സദ്യശരണം ഈ മാസം അതായത് ജൂലൈ 10-ാം തീയതി പൗർണമി ദിനത്തിൽ നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറും ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീ രാമനഹോറിന്റെ വീട്ടിൽ വെച്ച് കണ്ണൂരുള്ള രാമനഹോറിന്റെ വീട്ടിൽ വെച്ച് നടന്ന പൗർണമി പ്രാർത്ഥനയും സത്സംഗത്തിലും നമ്മുടെ ബന്ധുവായ ശ്രീ രാജേഷ് നേതാജി നടത്തിയ സത്സംഗത്തിലെ പ്രഭാഷണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വോയിസ് രൂപമാണ് ഇന്നിവിടെ എല്ലാവരെയും അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കേൾക്കുക. സബ്ജൂഷണം. സർവകർമ്മ സാക്ഷിയായിരിക്കുന്ന മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം വഹിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പൗർണമി സത്സംഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയാത്മ സഹോദരങ്ങളെ എല്ലാവർക്കും ഗുരുനാമത്തിൽ സാദരപ്രണാമം. ആശ്രമത്തിൽ പോയിട്ടുള്ളവരും ഗുരുവിനെ കണ്ടിട്ടുള്ളവരും ആശ്രമത്തിൽ പോകാത്തവരൊക്കെ കൊടുത്തോണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും കൂടി ചേർന്നിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ നമ്മളൊക്കെ ഗുരുവിന്റെ ദേഹവിശേഷം ആശ്രമത്തിൽ പോയ ഒരാളാണ്. ഞാൻ ഗുരുവിനെ ഭൗതികത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഗുരുവിനെ കുറിച്ച് അറിയാം, കേട്ടിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. പക്ഷെ ആശ്രമത്തിൽ പോകുന്നത് ഗുരുദേവശേഷം. പക്ഷെ ആശയം എന്ന് പറയുന്നത് ഗുരു എന്താണെന്നുള്ളതും നമുക്ക് അതിന് മുമ്പ് ഇങ്ങനെ അറിയാം. ഇങ്ങനെ ഒന്നുണ്ട്, ലോകത്തിൽ ഇങ്ങനെ ഒരു ആശയമുണ്ട്, ഒരു വഴിയുണ്ട് എന്ന് അറിയാമായിരുന്നു. പക്ഷെ ഭൗതികത്തിൽ മുന്നേ കാണാത്ത ഒരാൾ തന്നെയാണ്. പണ്ട് കണ്ടിട്ടില്ല എന്ന് വിഷമിക്കേണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. ആശ്രമത്തിൽ പോകാത്തതുകൊണ്ടോ ഗുരുവിനെ കാണാത്തതുകൊണ്ടോ അതിനകത്തൊരു വിഷമമാണ് വേണ്ട എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരുന്നു. അപ്പൊ ഇന്ന് നമുക്കറിയാം പൗർണമിയാണ്. പൗർണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അറിയാം ഇല്ലേ? അപ്പോ നമ്മൾ ഭൂമിയിലെ ഒരു സ്ഥലത്ത് കേരളത്തിലെ ഇപ്പം GSS നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു സ്ഥലത്ത് നമ്മളിപ്പോ കണ്ണൂർ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അഭിമുഖമായിട്ട് ചന്ദ്രൻ ഭൂമിയെ കറയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ? ഏതാണ്ട് കുറിച്ച് പ്രത്യേകിച്ചുള്ള കാര്യം സയൻസിലേക്ക് അറിയാം. ഭൂമി കറയിക്കൊണ്ടിരിക്കുന്നു, ചന്ദ്രൻ ഉപഗ്രഹമാണ്. ഈ ഉപഗ്രഹമായിരിക്കുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് അഭിമുഖമായി വരുന്നത് എന്നാണോ അന്നാണ് നമുക്ക് എന്ത് ഫുൾമൂൺ. ആ ദിവസമാണ് നമുക്ക് പൗർണമി അല്ലേ? ഇത് കറങ്ങി വരുമ്പോൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ അവർക്ക് വേറെ ദിവസമായിരിക്കും. അപ്പൊ പൗർണമി എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ജനങ്ങൾക്കും അനുഭവവേദ്യമാണ്. സൂര്യ ഉദയം അസ്തമയം പോലെ തന്നെ പൗർണമി ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും അനുഭവവേദ്യമാകുന്നത്. അപ്പോ എന്താണ് പൗർണമി വിശേഷം? പൗർണമി പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ്? പൗർണമി എന്താണ്? ഇത് നമ്മളൊന്ന് ഗുരു തന്ന ആ അറിവൊന്ന് എല്ലാവരിലേക്കും പങ്കുവയ്ക്കാനും ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാനും ആ നന്മ എല്ലാവരും പങ്കിട്ടെടുക്കാനും വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇന്നിവിടെ ഈ വീട്ടിൽ വെച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോ പൗർണമിയെ കുറിച്ച് സയൻസ് എന്താണോ പറയുന്നത് അത് തന്നെയാണ്. അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ ഗുരു നേരത്തെ ഇപ്പം ഇവിടെ വായിച്ച ഗുരുവാണി ഗുരു പറഞ്ഞു, തൊട്ടുമ്പ് വായിച്ച ഗുരുവാണി ഗുരു പറഞ്ഞത് എന്താ? നമ്മുടെ പൂർവികരെ കുറിച്ചും പൈതൃകത്തെ കുറിച്ചും പറഞ്ഞു. എന്തൊരു കാര്യം പറഞ്ഞു അതിനകത്തില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു അറിയത്തില്ല. ഇന്ന് നമുക്ക് ലോകത്ത് എവിടെ നടക്കുന്ന ഏത് കാര്യവും നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ പറ്റും. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അതായിരുന്നില്ല സ്ഥിതി എന്ന് ഗുരു പറഞ്ഞു ഇല്ലേ? കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കൊരു 5 മൈൽ അപ്പുറം എന്ത് നടന്നു എന്ന് അറിയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് കടലിനക്കരെ ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ അറിയാൻ പറ്റുന്നു. സാങ്കേതിക വിദ്യ മാറി അല്ലെ? ശാസ്ത്രം വളർന്നു. അപ്പൊ അതും ഒരു വളർച്ചയാണ്. അപ്പൊ ഇതിനകത്ത് നാം എത്ര വളരുമ്പോഴും എത്ര നമുക്ക് പരിവർത്തനം ഉണ്ടാകുമ്പോഴും മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എന്തിനു വേണ്ടി വന്നു? നമുക്ക് മനുഷ്യപ്പിറവി കിട്ടി നമ്മൾ വന്നപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ട്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ ദൈവസങ്കല്പത്തെ നിരാകരിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പൊതുവേ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ദൈവസങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ അതിനെ വൈകൃതമാക്കിക്കൊണ്ട് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന അവസ്ഥയിൽ പോകുമ്പോൾ ശരിക്കും എന്താണ് ദൈവം എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് ആത്മീയത എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ പോയാൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറകൾക്ക് ഒക്കെ എന്ന് പറയുന്നത് ഒരു വികലമായ വീക്ഷണം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഗുരുവിന്റെ ഈ ആശയം അല്ലെങ്കിൽ ഗുരുവിനെ പകർന്നു കിട്ടിയ ഈ മാർഗം, ഗുരുമാർഗം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യജന്മത്തിലെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ആത്മീയത എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? ആത്മാവ് എന്നതിൽ നിന്നാണ് ആത്മീയത ഉണ്ടാകുന്നില്ലേ? ഇപ്പൊ രാഷ്ട്രീയം എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്തോ അതാണ് രാഷ്ട്രീയം. അതുപോലെ ആത്മാവിനെ സംബന്ധിക്കുന്നത് എന്തോ അതാണ് ആത്മീയ. അത്ര അർത്ഥമുള്ളതായിരിക്കും. ആത്മീയതയ്ക്ക് താടി, മുടി, കുടുംബ, ജട, പൊണൂല്, കൊന്ത, പർദ്ദ ഇതൊന്നുമായിട്ടൊരു ബന്ധവുമില്ല. അത് പരിശുദ്ധമായ ഒന്നാണ് ആത്മീയത എന്ന വാക്ക്. നാം നമ്മുടെ അകത്തെ അറിയുക അല്ലെ? അവനവൻ കടമ്പ എന്ന സാധനമാണ്. ആദ്യം നമുക്കറിയാം നമ്മുടെ അകത്തൊരു ആത്മാവ് ഉണ്ട്.
സയൻസിന് അതിനെ ഭേദിക്കാൻ പറ്റും. ആത്മാവുണ്ട്. ഈ ആത്മാവ് ഈ ദേഹം വിട്ടു പോയാൽ എന്തായി? നമ്മള് എല്ലാ ബിരുദങ്ങളും എല്ലാ അധികാരങ്ങളും അവിടെ തീർന്നു. ആള് അവിടെ വെറും ബോഡി മാത്രമായി. അപ്പൊ അകത്തിരിക്കുന്ന നമ്മളെ ചലിപ്പിക്കുന്ന ഈ ആത്മാവ്, ഈ സത്തയാണ് നമ്മുടെ സകലം. ഈ ആത്മാവിനെ സംബന്ധിക്കുന്ന എന്തോ അതാണ് ആത്മീയത. അത്രേ ഉള്ളൂ. അതാണ് ഇത് പഠിപ്പിച്ച കാര്യം. അവിടെ താടിയില്ല, മുടിയില്ല, ജടയില്ല, പർദ്ദയില്ല, അവിടെ മറ്റുള്ള വേഷക്കെട്ടൽ ഒന്നുമില്ല. ആ ആത്മാവിന് നമ്മൾ എന്തുകൊണ്ട് മനുഷ്യാകാരം കൊണ്ടുവന്നു? ഈ ഭൂമിയില് അനവധി കോടി സ്പീഷ്യസ് ഉണ്ട്, ഇല്ലേ? അണു മുതൽ അഖണ്ഡം വരെ എന്ന് പറയുന്ന ഭാഗത്ത് ധാരാളം സ്പീഷ്യസ് ഉണ്ട്. നമ്മൾ മരമായിട്ടോ ജലജീവിയായിട്ടോ അല്ലെങ്കിൽ മൃഗമായിട്ടോ നാൽക്കാലിയായിട്ടോ അല്ല നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ഈ കലിയുഗത്തിൽ, ഇത് കലിയുഗമാണ്, അല്ലെ? നമ്മൾ കാലഘടന പറയുമ്പോൾ സായിപ്പിന്റെ കലണ്ടറിൽ 2025 എന്ന് പറയുമ്പോൾ നമ്മുടെ കണക്കിൽ എന്ന് പറയുന്നത് കലിയുഗമാണ്. കലിയുഗം ആരംഭിച്ചിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ദേഹവിയോഗത്തോടി കലിയുഗം ആരംഭിച്ചു. ഇപ്പൊ 5000 ചില്ലാനും വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഈ കലിയുഗത്തിൽ നമുക്കൊരു മനുഷ്യപ്പിറവി കിട്ടിയെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇനി മുമ്പോട്ട് പോകേണ്ടത്? ഇപ്പൊ നമ്മൾ സസ്യശ്രേണി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൽമരമാണത്രേ ആ സസ്യശ്രേണിയിൽ ഏറ്റവും വലിയ സസ്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്ന ആൽമരമാണ്, ബോധിവൃക്ഷമാണ്. ഈ ബോധിവൃക്ഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിവർത്തനമാണ്, അടുത്ത മുക്തി എന്നൊരവസ്ഥയിലേക്ക് പോകും, ഇല്ലേ? അപ്പൊ നമ്മൾ മനുഷ്യനായി വരുമ്പോൾ നമുക്ക് സുഖമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, കുറവുകളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കുറവുകൾ എല്ലാ പ്രായത്തിലും ഓരോ മനുഷ്യനും അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അറിയണമെങ്കിലാണ് നമുക്ക് എന്താ വേണ്ടത്? ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ടത്. അപ്പോ നമ്മുടെ അകത്തിരിക്കുന്ന ഈ കുഞ്ഞ് ആത്മാവ്, ആത്മാവിന്റെ ആലയമായ ശരീരം, ഇല്ലേ? നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത ഒരു മനസ്സ്, പിന്നെ നമ്മളെ സദാ ഇങ്ങനെ ചിന്തകൾ കൊണ്ട് ചലിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകൾ ഇങ്ങനെ സദാ വരിക, നല്ലതും ചീത്തയുമായ. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലും പല സ്ഥലത്തായിരിക്കും, അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിലും പല സ്ഥലത്ത് ഇങ്ങനെ പായുന്നുണ്ട്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസിൽ, വീട്ടിലാണെങ്കിൽ വീട്ടില്, അടുക്കളയാണ് അടുക്കള, കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ട സ്കൂളിൽ വിട്ട അമ്മമാർ ചിന്തയായി, സ്കൂളിൽ SFI സമരമായിരുന്നു, കുട്ടികളൊക്കെ വന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇങ്ങനെ പോകുന്നു. അപ്പൊ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ചിന്തകൾ ചലിപ്പിക്കും. നമ്മൾ മനസ്സ് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല മനസ്സ്. അപ്പൊ ശരീരം, ആത്മാവ്, മനസ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൂടിച്ചേരലാണെന്ന് നമ്മൾ. അതിൽ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആത്മസത്തയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വേണം? ഇതിന് പരിവർത്തനമുണ്ടോ? നമുക്ക് ഒരാൾക്ക് ദേഹവിയോഗം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? പരിമിതിയോട് ശാസ്ത്രം പറയാനായിട്ട്. ഇവിടെ ഗുരു നമുക്ക് 72 സംവത്സരം ഇവിടെ വന്ന് ശരീരമെടുത്ത് പറഞ്ഞു തന്നത് ഇന്നോളം വന്ന എല്ലാ മഹാത്മാക്കളെയും മാനിച്ചും സ്നേഹിച്ചും ആദരിച്ചു. ഞാൻ ഗുരുവിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിഭാഗത്തിൻ്റെതാണ്, അദ്ദേഹം നമ്മുടെ ആളല്ല. നബി തിരുമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ല. അത് പറഞ്ഞു തന്നെ പ്രശ്നമാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന തരത്തിലായിരുന്നു. പക്ഷെ ഗുരുവിന്റെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ലോകത്തിൽ ഇന്നോളം വന്ന ദൈവനിശ്ചയപ്രകാരം വന്ന സകല മഹാത്മാക്കളും മാനവരാശിക്ക് അവകാശപ്പെട്ടതാണ്. വേലി കിട്ടിയത് ആരാ? അറിവില്ലാത്ത ആ ഒരു അനുചര വൃന്ദമെന്നോ ശിഷ്യ സമൂഹമെന്നോ പറയാവുന്ന ആളുകളാണ്. ആ പൗരോഹിത്യമാണ് വേലി കെട്ടി തിരിച്ചുകൊണ്ട് അതിനെ കള്ളികൾക്കകത്താക്കി അവർ അവരുടേതായ വഴി കൊണ്ടുപോയത്. ഈ മഹാത്മാക്കളുടെ ഒക്കെ കിട്ടിയ ആ വാക്കുകളും ആ അറിവും. ലോകത്തിലെ ഏറ്റവും വിലയുള്ള സാധനം എന്തുവാ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാധനം കഴിക്കും, അല്ലേ? ഓരോരുത്തർക്കും ഓരോ വില പറയും ഓരോരുത്തർക്കും. ഇപ്പൊ പച്ചക്കറി കാലക്കാരന് വൈരത്തിന്റെ വില അറിയാൻ പറ്റില്ല, അല്ലെ? വൈഡൂര്യത്തിന്റെ അല്ലെങ്കിൽ യഥാർത്ഥ രത്നത്തിന്റെ വില അറിയാൻ പറ്റത്തില്ല. അയാളെ സമയത്തോളം അയാൾക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഫ്രൂട്ടോ അല്ല പച്ചക്കറി ആയിരിക്കും വില. ഓരോരുത്തർക്കും ഓരോ ഇതാ. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ? ഏറ്റവും മൂല്യമുള്ള ഒരു സാധനം എന്താ? അറിവാ, ജ്ഞാനമാ. സംശയമുണ്ടോ? ആർക്കും സംശയമുണ്ടോ? ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള വസ്തു ഏതാ എന്ന് ചോദിച്ചാൽ ജ്ഞാനമാണ്, ഇല്ലേ? ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടും? ഇപ്പൊ നമുക്കറിയാം ടെക്നോളജി മാറി ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഈ ജ്ഞാനം ഇവിടെ ഉണ്ട്, ഇപ്പൊ എല്ലാവർക്കും പഠിക്കാം. നമുക്കത് മനസ്സിലായില്ലെങ്കിലോ? ആ ജ്ഞാനം നമുക്ക് മനസ്സിലാകാതെ പോയാൽ ആ അറിവോടെ ഇല്ലാതാകുമോ? ഇല്ല, അതൊരു അറിവാ, അല്ലേ? അതുണ്ട്. നമുക്ക് കൈകാര്യം പ്രാപ്തി ഉണ്ടാവണം. അപ്പൊ അറിവ് മാത്രം പോരാ, നമുക്ക് ആ അറിവ് ഉതകുന്നതാണെങ്കിൽ, നമുക്ക് വേണ്ടതാണെങ്കിൽ അതിനെ എടുത്ത് പ്രയോഗിക്കാനുള്ള പ്രാപ്തിയും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ എന്താകത്തുള്ളൂ?
നമുക്ക് ഉതകുന്ന ഒരാളുമായിട്ട് മാറും ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ അറിവ് എവിടുന്ന് കിട്ടും? പുസ്തകം വായിച്ചാൽ കിട്ടും കുറെ ഒക്കെ ഇല്ലേ? എങ്ങനെ പറയുക? നാലിലൊന്ന് കിട്ടുമല്ലേ? പഠനം കൊണ്ട് നാലിലൊന്ന് കിട്ടും. ഈ നാലിലും സ്വന്തം അനുഭവം കൊണ്ട് കിട്ടും. സ്വന്തം അനുഭവം വലിയ ഗുരുവാന്നാ പറയും അല്ലേ? അനുഭവം കൊണ്ട് കിട്ടും. ഈ നാലിലൊന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഏറ്റവും അവസാനം വേണ്ട ഒരു പൂർത്തീകരണം വേണമെങ്കിൽ ആര് വേണം? നമുക്ക് ഒരു ഗുരു ഉണ്ടാവും അല്ലേ? അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ബാലകനായ സമയത്ത് സാന്ദീപിനി മഹർഷി ആശ്രമത്തിൽ പോയി എന്ന് പറഞ്ഞ കഥകൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോ പോയി കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സാന്ദീപിനി മഹർഷി ശ്രീകൃഷ്ണ പരമാത്മാവിനെ പറഞ്ഞു വിട്ടു എന്നാണ്. ശ്രീകൃഷ്ണനെ ഒരിക്കലും ശ്രീകൃഷ്ണൻ എന്ന് അങ്ങനെ വിളിക്കരുതെന്ന് പഠിപ്പിച്ച ഗുരു കേട്ടോ, പരമാത്മാവായിരുന്നു. നമ്മൾ ഈ കേട്ടിരിക്കുന്ന കഥകളിലെ പോലെ 16,008 കണക്കോ അങ്ങനെ ചേര വാരിക്കൊണ്ട് ഓടിയ ആളോ അതൊന്നും ആയിരുന്നില്ല. 16,008 ഗോപസ്ത്രീകൾക്ക് നിത്യദർശനദാതാവായിരുന്നു ശ്രീകൃഷ്ണ പരമാത്മാവ്. നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് കേട്ടോ. അദ്ദേഹം ഈ ഗുരു ആരെയെങ്കിലും ആ ഒരു ബ്രഹ്മചാരി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശേഷിപ്പിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ്. അപ്പോ അത്ര ജനിച്ചപ്പോൾ തന്നെ അന്തരീക്ഷ അടയാളങ്ങൾ കാണിച്ച് ജനിച്ചു വന്ന മഹാത്മാവായിരുന്നു. ആ മഹാത്മാവ് അത്രയും അറിവുണ്ടായിരുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ഗുരുവിന്റെ അടുത്ത് പോയി നമ്മളെ കാണിച്ചു തന്ന സന്ദേശമായിരുന്നു ഒരു ഗുരു ഉണ്ടാവും. അത് നമുക്കറിയാം, നമുക്കൊരു കൈത്തൊഴിൽ പഠിപ്പിക്കുന്ന ആളെ നമ്മൾ ഗുരു എന്ന് വിളിപ്പിക്കില്ലേ? ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാനെ നമ്മൾ ഗുരു എന്ന് വിളിക്കും ഇല്ലേ? അപ്പോ ഗുരു എന്ന് പറയുന്നത് ആരായിരിക്കണം? നമ്മുടെ ആത്മനന്മയ്ക്കുതകുന്ന, നമ്മളെ കൈതെളിയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, നമ്മുടെ അകത്തിരിക്കുന്ന ഈ ആത്മാവിന്റെ നല്ലതും ചീത്തയും ഒക്കെ കണ്ടറിഞ്ഞ് നമ്മൾ ഇന്നലെ എന്തായിരുന്നു, ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണ്, നാളെ നമ്മൾ എന്താണ് എന്ന് പറഞ്ഞു തന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ സ്വയം തോന്നിപ്പിച്ച് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ത്രികാലജ്ഞമായ അവസ്ഥയിലേക്കുള്ള ഒന്നായിരിക്കണം ഗുരു എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പൊ കഴിഞ്ഞ ജൂലൈ 12 നമ്മളെ ഭാരതം കണ്ട ഏറ്റവും വലിയ സന്യാസിയായിരുന്ന സ്വാമി വിവേകാനന്ദന്റെ സമാധി ദിവസമായിരുന്നു ഇല്ലേ? അപ്പൊ വിവേകാനന്ദ സ്വാമി ഒരിക്കൽ പറഞ്ഞൊരു കോട്ടിംഗ് ഉണ്ട്: എന്റെ മുമ്പിൽ ദൈവവും ഗുരുവും ഒരുമിച്ച് വന്നു നിന്നാൽ ഞാൻ ആദ്യം ഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കും. എന്തുകൊണ്ടാണെന്നോ? എനിക്ക് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു എന്ന് പറഞ്ഞു തന്നത് എന്റെ ഗുരുവാണ്. അപ്പോ ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആരാ? ഗുരുവാ അല്ലെ? മാതാ പിതാ ഗുരു ദൈവം. മാതാവിലൂടെ പിതാവിനെയും അല്ലെ, പിതാവിലൂടെയാണ് നമ്മളിവിടെ ഗുരുവിനെയും അല്ലെ അറിയാം. ഗുരുവിലൂടെ നമുക്ക് അറിയണം അല്ലെ, ഇവിടേക്ക് എത്തണം, ദൈവത്തിലേക്ക് എത്തണം. അപ്പൊ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമില്ല. പറഞ്ഞു വന്നത് ഈ അറിവ് എന്ന് പറയുന്നത് അത്രയും മഹത്തരമായ ഒന്നായതുകൊണ്ടാണ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലെയുള്ള ജ്ഞാനിയായ ആ മഹാത്മാവ് സാന്ദീപിനി മഹർഷി നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തന്നത്. ഈ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോന്നും അറിവാ. ഇപ്പൊ അടുക്കളയിൽ പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അറിവാ ഇല്ലേ? നമ്മുടെ ആത്മാവിനെ നമുക്ക് ഈ ഒരു ജീവിതം ധന്യമാക്കി എടുക്കാൻ വേണ്ടി, ഇപ്പൊ പല പ്രായത്തിലാണ് ഈ ജീവിതം ധന്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിവ് ആവശ്യമാണ്. നാം എങ്ങനെ ജീവിക്കണം ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിച്ചു തരില്ല. നമ്മൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, നമ്മുടെ ദിനചര്യ എങ്ങനെ കൊണ്ടുപോകണം, നമുക്കൊരു തെളിച്ചവും വെളിച്ചവും മേൽഗതിയും ഉണ്ടാകാൻ നമുക്ക് എന്ത് വേണം എന്ന് പറഞ്ഞു തരുന്ന, ആ ചിട്ട പറഞ്ഞു തരുന്ന, നിഷ്ഠ പറഞ്ഞു തരുന്ന ഒരു വഴി, അതാണ് നമുക്ക് ഗുരുമാർഗം എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പൊ നാം എപ്പോഴും അറിഞ്ഞിരിക്കും, നമ്മുടെ അകത്ത്, നമ്മുടെ ഈ ശരീരമാകുന്ന കൂടിനകത്ത് നമ്മളെ ചലിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഈ ആത്മാവുണ്ട്. ഈ ആത്മാവിന് ദോഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല എന്ന് പറയുന്നത്, ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ആത്യന്തികമായ അറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ആത്മാവിന് ദോഷമുണ്ടായാൽ, നമ്മുടെ ആത്മനന്മയ്ക്ക് ഒരു ഇതുണ്ടാകുന്ന ഒരു കർമ്മം ചെയ്താൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തോണ്ട് അത് ആധികാരികമായി പറഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം നമുക്ക് ഇന്ത്യയിലുണ്ടായ ഒരു വലിയ വിമാനാപകടം നമ്മളെല്ലാവരും കണ്ടുല്ലേ? അതായത് വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകളും ഈ വിമാനം പോയി നിന്ന ആ കെട്ടിടത്തിലെ ആളുകളും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളും മരണപ്പെട്ടതായി നമ്മൾ വാർത്ത കണ്ടില്ലേ? അതിനെക്കുറിച്ച് ഒരു നോർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ആത്മീയമായി ഉയർന്ന ഒരാൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ വിമാനത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രിയോ മന്ത്രിയോ തരത്തിലുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പല പോസ്റ്റുകൾ വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാരും കൂടി ഒരിക്കൽ ഈ എന്തുകൊണ്ട് അവിടുന്ന് പറന്ന് വന്നിട്ട് ഈ സാറ് ബിൽഡിങ്ങിൽ വന്നിട്ട് അവിടെ ഇരുന്ന ആളുകളടക്കം എത്രയോ ആളുകൾ പോയില്ലേ? അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ആദ്യം പറഞ്ഞൊരു കാര്യം,
ഞാൻ ഉദ്ദേശിക്കുന്ന കർമ്മഗതി എന്ന് പറയാം. കാരണം കർമ്മം കൊണ്ടുണ്ടാകുന്ന ആ ദോഷാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തായിട്ട് വരും? നമുക്കൊരു നമ്മുടെ വിധിയെ, നാട്ടിൻപുറത്ത് വിധി എന്ന് പറയില്ലേ, നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആത്മീയമായ ഭാഷയാണ് എന്ന് പറയുക. കർമ്മഗതി എന്ന് പറയും. കർമ്മത്താൽ ഗതമായി വരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? കർമ്മത്താൽ ഗതമായി. നമ്മൾ ഇന്ന് നമ്മൾ നല്ലത് ചെയ്താൽ ആ നന്മയുടെ ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളിൽ റെക്കോർഡാകും, അല്ലേ? നമ്മൾ ഇവിടിരിക്കുന്ന ഓരോ തൊഴിൽ ചെയ്യുന്നവരല്ലേ, ഓരോ തൊഴിലും കൈകാര്യം ചെയ്യുക. അപ്പൊ നമ്മുടെ കർമ്മം കൊണ്ട് നമുക്കൊരു ദോഷം വരാത്ത നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. അപ്പൊ ഇന്ന് നമുക്ക് പൗർണമിയാണ്. ഈ പൗർണമി ദിവസത്തിന്റെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. സൂര്യനും ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം പിതൃമണ്ഡലം എന്ന് പറയുന്നത്, ജ്യോതിശാസ്ത്രം പഠിച്ച ആൾക്കാർക്ക് അറിയാം, പിതൃമണ്ഡലം എന്ന് പറയുന്നത് ചന്ദ്രമണ്ഡലമായിട്ടാണ് പറയുന്നത്. ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഉപഗ്രഹമായിരിക്കുന്ന ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നേരെ പൂർണ്ണമായി അഭിമുഖമായി വരുമ്പോൾ നമുക്ക് ഫുൾ മൂൺ ഡേ ആയിട്ട് അനുഭവപ്പെടുന്നു. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന നാളെ ആകുമ്പോൾ ക്ഷയം സംഭവിക്കും. അങ്ങനെ കുറഞ്ഞു വന്നിട്ട് നമുക്ക് ചന്ദ്രനെ കാണാത്ത അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഇരുട്ട് വ്യാപിച്ച ദിവസം കർത്തവാവ് എന്ന് പറയുന്നത് വരും. അപ്പൊ നമ്മുടെ പൂർവികരായിരുന്ന, അറിവുണ്ടായിരുന്ന ഇവിടുത്തെ ഋഷികളും ഇവിടുത്തെ ആ ജ്ഞാനികളായിരുന്ന ആളുകളെല്ലാം പണ്ട് കാലങ്ങളിൽ എന്ത് നല്ല കാര്യം ചെയ്യണമെങ്കിലും പൗർണമിയാണ് എടുത്തുകൊണ്ടിരുന്നത്, അല്ലെ? പൗർണമി ദിവസമാണ് അവര് തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. പൗർണമിക്കാണ് അവർ ചെയ്യുക. അപ്പോ ഈ പൗർണമിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിലേക്ക് അധികം ഇല്ലായിരുന്നു. തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ ഉണ്ടായിരുന്നു, തെക്കേ ഇന്ത്യയിലേക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഇത്രയും ശുദ്ധമായ ഒരു ദിവസം, അതായത് നമ്മൾ ഒരുപാട് വ്രതങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിലെ എല്ലാ വ്രതങ്ങളുടെയും അപ്പുറം നിൽക്കുന്ന ഏറ്റവും ഉയർന്ന ഒന്നാണ് പൗർണമി വ്രതം. പൗർണമി വ്രതം എടുക്കുന്ന ഒരാൾക്ക് മറ്റുള്ള വ്രതം എടുക്കണ്ട എന്നാ പറയുന്നത്, അല്ലെ? എന്താ പ്രത്യേകത? ഇവിടെ സൂര്യ ഉദയവും സൂര്യ അസ്തമയവും തമ്മിൽ വ്യത്യാസമില്ല. രാവും പകലും തമ്മിൽ വ്യത്യാസമില്ല. നിങ്ങൾക്ക് നോക്കി അറിയാമോ, നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് സാധാരണ കർത്തവാര ദിവസങ്ങൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ ഒന്നും നമുക്കില്ല. ഉണർവാ മനസ്സിലൊക്കെ, ഇല്ലേ? പൗർണമി ദിവസങ്ങളിൽ മനസ്സിന് ഉണർവാണ്. അപ്പൊ നമുക്ക് വേലിയിറക്കം, ഇത് ഈ പറഞ്ഞ കർത്തവവും വെളുത്തവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇല്ലേ? ഇപ്പൊ ആസ്മയുള്ള ആളുകൾക്ക് ആസ്മ കൂടുകയും കുറയുകയും ചെയ്യുന്നതുമായി എന്തുമായി ബന്ധമുണ്ട്? കർത്തവവും വെളുത്തവും ബന്ധമുണ്ട്. അപ്പൊ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള ഒരു ദിവസമാണ് നമുക്ക് ഈ പൗർണമി, ഫുൾ മൂൺ എന്ന് പറയുക. ഏറ്റവും കൂടുതൽ പ്രകാശം ഉണ്ടാകുന്ന, ബ്രഹ്മപ്രകാശം പതിക്കുന്ന ദിവസമാണ് ഈ പൗർണമി. ഈ ദിവസം നമ്മൾ മനുഷ്യപ്രവൃത്തി കിട്ടിയ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചത്. എന്താ ഒരു ഗൃഹസ്ഥന്റെ 5 ധർമ്മങ്ങൾ? ഗ്രഹധർമ്മം, അല്ലെ? ദേവധർമ്മം, ദാനധർമ്മം, ആത്മധർമ്മം, പിതൃധർമ്മം. അപ്പൊ ഈ പിതൃധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഈ 5 ധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താ പിതൃധർമ്മം എന്ന് പറഞ്ഞാൽ? ആരാ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇതിന് ബന്ധമുണ്ടോ? അത് ഞാനെന്ത് ചെയ്യാൻ? ഞാനോട് ബന്ധമൊന്നുമില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. ഞാൻ തികഞ്ഞ ഒരു എന്താ പറയാ സയൻസുമായി ബന്ധപ്പെട്ടിരുന്ന ആളാണ്, എനിക്കത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തോ കഴിച്ചു, ഇതൊന്നും എന്റെ ധർമ്മമല്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? നമുക്ക് ശരീരം എടുക്കാൻ കാരണമായത് ആരാ? നമുക്ക് ശരീരം എടുത്തില്ലേ? നമ്മുടെ നേരത്തെ പറഞ്ഞ അകത്തിരിക്കുന്ന ഈ ആത്മാവിന് വസിക്കാൻ ഒരു ആലയം വേണം, ഒരു കൂട് വേണം. ആ കൂടാണ് ശരീരം. ഈ കൂട് ക്ഷയിച്ച് തീരുമ്പോ എന്ത് പറ്റും? ഇത് കൂട് വിട്ട് ഈ ദേഹി പോവും. ഈ ദേഹിക്കിരിക്കുന്ന ഈ ശരീരം ആരുടെ സംഭാവനയല്ല, ആര് കൊണ്ടുണ്ടായതാ? നമ്മുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നപ്പോഴാണ് നമ്മുടെ ഈ ജീവന് ഇങ്ങനെ ശരീരം എടുക്കാൻ പറ്റിയത്. അപ്പൊ ആരോട് നമുക്ക് കടപ്പാടുണ്ട്? എത്ര നമ്മൾ വഴക്കിട്ട്, എത്ര നമ്മൾ പിണങ്ങി, എത്ര നമ്മൾ മാറിയാലും, എത്ര നമ്മളോട് ക്രൂരത എന്ത് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് പോവൂല? ഈ കടപ്പാട് പോവൂല. ആരോടാ? ജന്മം നൽകിയ കടപ്പാടില്ലേ? ഈ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ശരീരം കിട്ടിയത്? അവരുടെ അച്ഛനും അമ്മ അല്ലേ? അവരൊക്കെ ഇനി ഇല്ലെങ്കിലോ? അവരൊക്കെ ശരീരം വിട്ടു പോയി. നമ്മൾ കുടുംബ മഹിമ ഒരു വാക്ക് പഠിച്ചില്ല. കുടുംബം ഇന്ന് വന്ന് സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെങ്കിലും ഇന്നും അതിനൊരു മാറ്റം വന്നിട്ടില്ല. നമ്മൾ ഏറ്റവും ചോദിക്കും, ഏത് വീട്ടിലെ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആധാർ രജിസ്റ്റർ വേണ്ടി പോയപ്പോൾ ചോദിച്ചു, ഏത് വീട്ടിലാണ് ചോദിക്കും. ഏത് വീട്ടിലെ വീട് ചോദിക്കല്ലേ? ഏത് സ്ഥലം, ഏത് വീട്, സ്ഥലം വീട് ചോദിക്കും. അപ്പൊ കുടുംബ മഹിമ സാധനം പറയും. എന്തോ കുടുംബ മഹിമ എന്ന് പറഞ്ഞാൽ ആരുടെ മഹിമയാണ്? ആരുടെ? നമ്മുടെയാണോ? നമ്മൾ ഉണ്ടാക്കി വെച്ചാണോ? ഇപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചാണോ? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറെയൊക്കെ നല്ലത് ചീത്തയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലേ? ശരിക്കും ആരുടെയാ? നമ്മളീ പറയുന്ന പിതൃപരമ്പര, അല്ലേ? പൂർവ്വപിതൃക്കളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുമ്പോൾ
അവിടെ കണ്ണികളായിരിക്കുന്ന ഈ പിതൃസമൂഹമുണ്ട്. ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന നല്ലത് കൊണ്ടാ ചീത്തയുണ്ടോ? അപ്പൊ കൊല്ലും കൊലകൾ തറവാടെന്നൊക്കെ പറഞ്ഞു, കൊല്ലും കൊലകൾ തറവാട് പലതും ക്ഷയിച്ചിട്ടുണ്ടാവാം. നന്മ ചെയ്ത അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് അന്നദാനമൊക്കെ നടത്തി നല്ല ശ്രേഷ്ഠമായ രീതിയിൽ ജീവിച്ചിട്ടുള്ള മഹാത്മാക്കൾ ഉണ്ടാവും. ആ കുടുംബത്തിലും അതിനായ ഒരു തെളിച്ചവും വെളിച്ചവും ഉണ്ടാവും, ഇല്ലേ? രണ്ടുമുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ കുടുംബം എന്ന് പറയുമ്പോൾ, പിതൃസമൂഹം എന്ന് പറയുന്നത്, പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലോ നമ്മൾ കണ്ണുകൊണ്ട് അടച്ചാലോ പോകുന്ന ഒന്നല്ല. അപ്പൊ 5 ധർമ്മത്തിൽ ഒരു ധർമ്മമായിട്ടുള്ള പിതൃധർമ്മം എന്ന് പറയുന്നത് നമ്മൾ അനുഷ്ഠിക്കണം. എന്ത് ചെയ്യും? കർത്തവാവ് ദിവസം, അല്ലെ, കള്ളു കുടിച്ചുകൊണ്ടിരുന്ന അപ്പാപ്പനാണെന്നുണ്ടെങ്കിൽ ആ അപ്പാപ്പനെ ഇച്ചിരി കള്ളൊക്കെ വെച്ച്, ഇച്ചിരി ഇറച്ചിയൊക്കെ മേടിച്ച് വെച്ച്, അല്ലെ, ഈ വിദേശ വീഡിയോ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ വീഡിയോ കൊണ്ടുവച്ച്, അല്ലെ, അങ്ങനെ ചെയ്താൽ മതിയോ? അങ്ങനെ ചെയ്താൽ ആ അപ്പാപ്പന്റെ ആത്മാവിന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടും, സന്തോഷമാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു, അല്ലെ? ആ ആത്മാവിന് ആ പിതൃവിന് സന്തോഷം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഉണ്ടാകും, അന്വേഷിക്കണം. ഞാൻ KCB വക്കീലിന്റെ ആളാണ്. എന്റെ കൂടെ ഒരു ക്യാഷർ ഉണ്ടായിരുന്നു, അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ചടങ്ങൊക്കെ എന്നാ ചെയ്യുന്നത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തുലാത്തിലെ പൗർണമിക്കാണ്, തുലാമാസത്തിലെ പൗർണമിക്ക് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഞാനന്ന് ഈ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചങ്ങരകുളത്തിനപ്പുറം എരമംഗലം താമസ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അന്ന് കർത്തവാവിന് നമ്മുടെ തിരുനാവായി അന്ന് വലിയ ചടങ്ങ, അല്ലേ? അപ്പൊ അവിടെ പോയപ്പോ അന്തരീക്ഷം കണ്ട് ഇത് ചെയ്തു. അപ്പൊ ഞാൻ അന്നേരം സംശയം, അതെന്താ ഇങ്ങനെ ഒരു, നമ്മൾ കുറച്ച് ആളുകൾ കർത്തവാവിന് ബലിയിടുന്നു, കുറച്ച് ആളുകൾ തുലാത്തിലെ പൗർണമി കിട്ടുന്നു. ഏതാണ് ശരി നമുക്ക് വ്യക്തമായി കിട്ടിയില്ല. അങ്ങനെ ഗുരുവിന്റെ അടുത്ത് വന്നപ്പോഴാണ് നമുക്ക് ഈ അറിവ് കിട്ടുന്നത്. എന്താ? അബ്രാഹ്മണോ ജായതേ എന്ന് പറയുന്ന മന്ത്രമാണ് അവർ ആ കർത്തവാവിന് ഇളയുന്നമാരോ ആ ചടങ്ങ് ചെയ്യുന്ന ആളുകളോ നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്നത്. എന്ന് വെച്ചാൽ ബ്രാഹ്മണരല്ലാത്ത പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ചടങ്ങാണ് ഇത്. കർത്തവാവ് ദിവസം അവരപ്പോ ചെയ്യും, വെളുത്തവാവ് ദിവസം ചെയ്യും. മനസ്സിലായോ? അപ്പോ ഈ വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്ന ദിവസം എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ സാധനം അവരുടെ കയ്യിലുണ്ട്. എന്താണ്? നേരത്തെ ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തു എന്താ പറഞ്ഞ? അറിവ്. അവർക്ക് അറിവുണ്ട്. ആ അറിവുള്ള ആൾക്കാരായതുകൊണ്ട് അവരെന്താ ചെയ്യുക? ഏറ്റവും ബ്രഹ്മപ്രകാശം ഭൂമിയിൽ പതിക്കുന്ന പിതൃമണ്ഡലവുമായി ബന്ധമുള്ള, ചന്ദ്രമണ്ഡലവുമായി ബന്ധമുള്ള ആ ദിവസം തന്നെ അവർ പിതൃർപ്പണം എടുക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, ഇല്ലേ? നമ്മളെ കൊണ്ടോ? നമ്മളിപ്പോഴും കോഴിവെട്ടും മറ്റു ബന്ധമൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് ഈ ദിവസങ്ങൾ ചെയ്യിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ കള്ളുകുടിയന്മാരല്ലാത്ത കുഞ്ഞുങ്ങളുള്ള ഒരു വീട് കാണിച്ചു തരാമോ? ഈ 2025 ഇത്ര അറിവും ശാസ്ത്രവും വികസനവും ഈ പറയുന്ന ശാസ്ത്രസാങ്കേതിക നേട്ടങ്ങളും വന്നു. ആശുപത്രിയിലെ ഡോക്ടർമാർ മുഴുവൻ പറയുന്നു അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ഈ 2025 ജനിക്കുന്ന ബ്രില്യന്റ് IQ ലെവൽ ഉയർന്ന ഏറ്റവും IQ ലെവൽ കൂടിയ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഏതിലേക്ക് പോകുന്നത്? കള്ളൊക്കെ പോയിന്ന്, ഇല്ലേ? അവർക്ക് ബുദ്ധിയില്ലേ? അവർക്ക് കഴിവില്ലേ? എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ അതിലേക്ക് പോകുന്നു? നമുക്ക് അറിയാൻ പറ്റുമോ? ഈ കുഞ്ഞുങ്ങൾ ആരാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ചോര കണ്ടാൽ തലചുറ്റി വീഴുന്ന കൈവറയ്ക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഹിംസിക്കുക? എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമുക്ക് ഉത്തരവ് പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഓൻ എങ്ങനെയാന്ന് പറഞ്ഞ് അവനെ പുറന്തള്ളൂ. അല്ല, അവനെ പഠിക്കുന്നതാണ്. ആരാണ് ഇവന് ഈ ചിന്ത കൊടുക്കുന്നത്? ആരാണ് ഇവനെ ഗൈഡ് ചെയ്യുന്നത്? ആരാണ് ഇവനെ ഈ ചീത്ത വഴി കൊണ്ടുപോകുന്നത്? ഇവന്റെ ചിന്തകൾ, ഇവനെ ഇങ്ങനെ ചിന്തകൾ കൊടുത്തുകൊണ്ട് അത് നല്ലതാണെന്നും അടിപൊളിയാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവന് തന്നെ ദോഷമുണ്ടാക്കുന്ന, വീട് ദോഷമുണ്ടാക്കുന്ന ഈ കർമ്മം അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാണ്? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അറിവ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തലമുണ്ട് എല്ലായിടത്തും, വൈദ്യുതിയെ പോലെ, അല്ലേ? കറണ്ട് കാണാൻ പറ്റുമോ? ആ, വൈദ്യുതി കാണാൻ പറ്റുമോ? അന്ന് അനുഭവിക്കാൻ പറ്റില്ലേ? ഇല്ലേ? അപ്പൊ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സൂക്ഷ്മ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ മാംസ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങൾക്ക് ഗോചരമല്ലാത്ത ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. ഓരോ വ്യക്തിയുടെ കൂടെയും ഉണ്ട്. സംശയമുണ്ടോ? ഓരോ വീടിന്റെ അന്തരീക്ഷത്തിലുമുണ്ട്. ഓരോ നാടിനുമുണ്ട് ഒരു സൂക്ഷ്മമായ അന്തരീക്ഷം. അപ്പൊ നമ്മുടെ ഹൈന്ദവ സമുദായം പറയും ദേശക്ഷേത്രം, അല്ലേ? ദേശനാഥൻ. ഞങ്ങളുടെയൊക്കെ നാട്ടിലാണെങ്കിൽ കരനാഥൻ എന്ന് പറയും. കരനാഥൻ ഭയങ്കര സംഭവം അവിടെ.
അതിന്റെ അധിപനായിട്ട് ഒരാളുണ്ട് എന്ന് പറയും ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ അറിവ് നമുക്ക് ഉണ്ടാവണം. നമുക്കൊരു മനുഷ്യന്മ കിട്ടി എത്ര വർഷം ജീവിച്ചിരിക്കും? നമുക്ക് ഒരു 70 അല്ലെ 80 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയൊരു ആയുസ്സാണ് അല്ലേ? ഇതിനിടയിൽ നമ്മൾ നമ്മുടെ അകത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ നമ്മുടെ സോഫ്റ്റ്വെയർ ആത്മാവിന് വേണ്ടി ധന്യമാക്കാൻ വേണ്ടി ഇതിന്റെ മേൽഗതിക്ക് വേണ്ടി നമുക്ക് എങ്ങനെ ജീവിക്കണം? ഈ 5 ധർമ്മത്തില് ഈ പിതൃധർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട്. നീ അനുഭവിക്കുന്ന ഈ ഭൂമിയും, നീ അനുഭവിക്കുന്ന ഈ വീടും, നീ അനുഭവിക്കുന്ന ശരീരവും, നീ അനുഭവിക്കുന്ന സകലതും ഞങ്ങളുടേതാണ് എന്ന് ആരറിയിക്കും? ഈ പിതൃക്കൾ എന്ന് പറയുന്ന നമ്മളെ സ്വാധീനിച്ചു നിൽക്കുന്ന ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഇവർ നമ്മളെ അനുഭവിക്കും. അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ട്രാജഡി ഉണ്ടാകുന്നു, എന്തെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം, അപകടമാവാം, രോഗമാവാം, നമുക്ക് വേറെ വിഷമങ്ങളാവാം, കുട്ടികളില്ലാത്ത എന്തെങ്കിലും ഒരു വിഷമത കൊണ്ടുവന്ന് നമ്മൾ അവസാനം ഇവിടെ പോവും. നാട്ടു ജോത്സ്യന്റെ പോകുമ്പോ പണിക്കരുടെ അടുത്ത് പോകുമ്പോ പണിക്കർ അവിടെയൊക്കെ വെച്ച് നോക്കിയിട്ട് ഏറ്റവും ആദ്യം എന്തായിരിക്കും പറയുക? നിങ്ങൾക്ക് പിതൃദോഷമുണ്ട് പറയില്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് പിതൃദോഷമുണ്ട്. ഈ പിതൃദോഷം എന്ന് പറയുന്നത് മാറ്റാൻ വേണ്ടി നമ്മളെല്ലാ കർത്തവാൻ വേണ്ടുന്നുണ്ട്. അപ്പോഴാണ് ഗുരു പഠിപ്പിച്ചത്, എടാ കർത്തവാവിനല്ല ചെയ്യേണ്ടത്, ഈ വെളുത്ത വാവ് ദിവസം നിങ്ങൾ പൗർണമി നിങ്ങൾ ഒരു 3 ദിവസം വ്രതമൊക്കെ എടുത്തുകൊണ്ട് പൗർണമിയുടെ അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടെ അല്ലേ? നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വേറെ ഒരാളെ ഏൽപ്പിച്ചാൽ അതിന് ഫലമില്ല. നമ്മളൊരു താന്ത്രികനെയോ മാന്ത്രികനെയോ ഒരു പുരോഹിതനെയോ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറയുന്നതും നമ്മൾ തന്നെ ഇരുന്ന് മനസ്സ് തപിച്ച് വേദനിച്ച് യാചിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ പൂർവ്വ പിതൃക്കൾക്കും അവരുടെ ആരാധനാമൂർത്തികൾക്കും ദൈവനിശ്ചയപ്രകാരം എന്ത് നന്മയാണോ, എന്ത് ശുദ്ധിയാണോ, എന്ത് ആത്മമോചനമാണോ കിട്ടേണ്ടത് അത് കിട്ടണമേ ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒരാളെ ഏൽപ്പിക്കുന്ന വ്യത്യാസമുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചാലോ അമ്മ പറയും, നമ്മൾ പ്രാർത്ഥിച്ചാലോ ഫലമുണ്ടോ? ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഈ പൗർണമി ദിവസം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ പൂർവ്വപിതാമഹന്മാരെ കുറിച്ച് നമ്മൾ ഓർമ്മ വെച്ചുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഈ പൗർണമി. വേറെ നമ്മളൊരു പൂവെടുത്തിടണ്ട, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വഴി പാട് ചെയ്യണ്ട. നമുക്കൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ശുദ്ധമായി നമ്മൾ ഒരു ദിവസം കലസ് ഒരിക്കലൊക്കെ എടുക്കുക നമ്മൾ പറയൂലേ? ഒരിക്കലൊക്കെ എടുക്കാൻ പറ്റിയാൽ നന്ന്. നമ്മളെ പൗർണമിയുടെ അന്ന് നമ്മൾ കുളിച്ച് ശുദ്ധമായി വന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് നമ്മൾ ധ്യാനം ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരീരം, മനസ്സ്, ആത്മാവ്. ആദ്യം ആത്മധർമ്മം എന്നൊരു ഭാഗമുണ്ട്, അത് പ്രാർത്ഥിക്കണം. അതിനുശേഷം നമ്മുടെ 5 ധർമ്മങ്ങളില് പ്രധാന ധർമ്മമായിട്ടുള്ള പിതൃധർമ്മം, ആ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഗൃഹസ്ഥൻ എന്ന നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളുടെ പൂർവ്വ പിതൃക്കൾക്ക്, പൂർവ്വ പിതാമഹന്മാർക്ക്, പൂർവ്വ സൂര്യകൾക്ക് അല്ലെ, അവർക്കും അവരുടെ ആരാധനാമൂർത്തികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സുരുകി നൊന്ത് തപിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫലം കിട്ടും. കാരണം കലിയുഗത്തിലെ മനുഷ്യന് അത്രയും തപോബലമുണ്ട്, ആത്മബലമുണ്ട്. നമ്മൾ ചെറിയ ആൾക്കാരല്ല അല്ലേ? നമ്മുടെ അമ്പലങ്ങളിൽ ജ്ഞാനപ്പാന ഇടുമ്പോൾ ആ പൂതാന തിരുമേനി വ്യക്തമായിട്ട് കലിയുഗ വർണ്ണന പറയുന്നുണ്ട്. കാലം ഇന്ന് കലിയുഗമല്ലയോ, ഭാരതം ഈ പ്രദേശമല്ലയോ എന്നൊക്കെ വർണ്ണിച്ചിട്ട് പറയുന്നുണ്ട്. ഈ ഭാരതത്തിൽ ഈ കലിയുഗത്തില് ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വന്ന് ജനിച്ചിരുന്നുവെങ്കിൽ അല്ലേ? നമ്മൾ പുൽക്കൊടിയായിട്ടാണോ ജനിച്ചത്? അല്ല, മനുഷ്യനാണ് അല്ലേ? അപ്പൊ നമ്മൾ സങ്കല്പിച്ചാൽ അല്ലേ, പണ്ട് കേട്ടിട്ടില്ലേ നമ്മൾ കഥ കേട്ട അത്ര മഹർഷിയുടെ ഭാര്യയായ അനസൂയ കൈവെള്ളയിൽ വെള്ളം എടുത്ത് തളിച്ചപ്പോ ത്രിമൂർത്തികൾ കുഞ്ഞുങ്ങളായി മാറി ഇല്ലേ? മനുഷ്യസ്ത്രീ അല്ലായിരുന്നോ? ഇല്ലേ? രാവണന്റെ ഭാര്യ മണ്ഡോദരി മനുഷ്യസ്ത്രീ അല്ലായിരുന്നോ? കഥകളായിട്ട് പറയുന്നെങ്കിൽ പോലും അപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സങ്കല്പശേഷിയും ഈ പല തപോബലവും കൂടുതലാകും. നിങ്ങൾ കൃത്യമായി സൂക്ഷിപ്പോടുകൂടി നിങ്ങൾ ആ തരത്തിൽ ജീവിച്ചാൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു കാര്യം സങ്കല്പിച്ചാൽ അത് നാളെ കർമ്മമായിട്ട് വരും. പുരുഷനേക്കാളും സങ്കല്പശേഷി ആർക്കാ കൂടുതൽ? സ്ത്രീകൾക്കാണ്. ആ വഴിയിൽ നിങ്ങൾ വരണം. അപ്പൊ ആ വഴിയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ നേരത്തെ പറഞ്ഞ അറിവ് വേണം അല്ലേ? എങ്ങനെ നമ്മൾ അറിവോടുകൂടി ജീവിക്കും,
എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. നിങ്ങൾക്ക് ഒരു ദോഷമുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിന് ദോഷമുണ്ടെങ്കിൽ, ഒരു കുറവുണ്ടെങ്കിൽ ആ ദോഷവും കുറവും മാറ്റി നമ്മൾ എടുക്കണം. നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഈ പ്രകൃതി അനുസരിക്കുന്ന അത്രയും പ്രാപ്തിയും ശേഷിയുള്ള മനുഷ്യനാണ് കലിയുഗത്തിൽ ജനിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചില്ല, നേരത്തെ പറഞ്ഞ അറിവില്ലാത്തത് കൊണ്ട്, നമ്മളെ കൊണ്ട് നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട്, നമ്മുടെ തപോബലത്തെ ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ നന്മയെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ തപശേഷി ഇല്ലാതാകുന്ന അവസ്ഥയിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് കേൾക്കില്ല. നമുക്ക് തപശേഷി വേണം, ഇല്ലേ? ആത്മീയത എന്ന് പറയുന്ന ആ വാക്കിൽ ആത്മാവിനെ സംബന്ധിക്കുന്ന ആ കാര്യത്തിൽ ആത്മാവിന്റെ ബലമാണെന്ത്? ശരീരത്തിന്റെ ബലമാണോ? ശരീരത്തിന്റെ ബലമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ അഗസ്ത്യമുനി, അല്ലെ, അഗസ്ത്യമുനിയുടെ കുറിച്ച് ചിത്രകാരന്മാർക്ക് വരയ്ക്കുമ്പോൾ കാണിച്ചു. അഗസ്ത്യര് വളരെ ചെറിയ പൊക്കമുള്ള ഒരാളായിരുന്നു എന്നാ പറയുക. അഗസ്ത്യന് അത്ര തപോബലം ആർക്കും ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. അപ്പോ ആത്മാവിന്റെ ബലം, അകത്തിരിക്കുന്ന നമ്മുടെ പ്രാണന്റെ ബലം എങ്ങനെ വർദ്ധിപ്പിക്കാം? നമ്മുടെ ചിന്തകൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് ആത്മബലം ഉണ്ടാക്കിയെടുത്താൽ, ആത്മബലമുള്ള ഒരു കുഞ്ഞ് ഇവിടെ ഇത് സങ്കല്പിച്ചാൽ അവിടെ ഒരു ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം നടക്കരുത് എന്ന് ചിന്തിച്ചാൽ അത് നടക്കത്തില്ല. അത്രയും പവർ ഉണ്ട് മനുഷ്യന്, നമ്മൾ അറിയുന്നില്ല. അതൊക്കെ കഥകളിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ, നമ്മളെ ബാധിക്കുന്നൊന്നും അല്ലല്ലോ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. രാവണന്റെ ഭാര്യ മണ്ഡോദരി ഏറ്റവും പഠിക്കേണ്ട കഥാപാത്രമാണ്. കഥയായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിലും, അല്ലെ, ആ 5 പഞ്ചകന്യകൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? പഞ്ചകന്യകൾ എന്നാ പറയും. അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരും കുട്ടികളുള്ളവരൊക്കെ, പക്ഷെ അവരെപ്പോഴും വിശേഷിപ്പിക്കുന്ന അങ്ങനെ. അപ്പൊ അവരുടെ ഒരു തപോബലം, അതായത് അതിനെക്കുറിച്ച് പറയുന്നത്, മണ്ഡോദരി ശരിക്കും ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രന് പോലും രാവണനെ കൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ സ്ത്രീകളുടെ പവർ ഞാൻ പറയും. അഹല്യ, ഇല്ലേ, നേരത്തെ പറഞ്ഞ അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയ. അങ്ങനെ നമ്മൾ ഗൗതമ ബുദ്ധന്റെ പരമ്പര എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പരമ്പരയിലെ സന്യാസം സ്വീകരിച്ച മാതംഗിയെ പോലുള്ള ആളുകൾ, അവരൊക്കെ നമ്മുടെ ഈ ഇന്ത്യയില് ഉണ്ടായിരുന്ന ആളുകളാണ്. വേദവാഹിനികളായിരുന്നു. എന്താ വേദവാക്കിന്റെ അർത്ഥം? വേദമെന്ന വാക്കിന്റെ അർത്ഥം എന്താ? അറിവെന്നാണ് കേട്ടോ, അല്ലേ? വേദം എന്നാൽ അറിവെന്നാണ്. അപ്പൊ വേദന എന്ന് പറഞ്ഞാലോ, നമുക്കൊരു വേദന വന്നു, അല്ലേ? നമ്മൾ പറഞ്ഞ വാക്ക വേദന വന്നു. എന്താ വേദന എന്ന വാക്കിന്റെ അർത്ഥം? അറിയിക്കുന്നത്. അപ്പൊ നമുക്ക് സ്മൂത്തായിട്ട് പോകുന്നില്ല. ഒരു വേദന വരുന്നുവെങ്കിൽ ചിന്തിക്കണം, എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ എവിടെയോ ഒന്ന് കറക്റ്റ് ചെയ്യപ്പെടാനുണ്ടല്ലോ. അല്ല, നമ്മളെ കുറ്റപ്പെടുത്താൻ, നമ്മൾ ഒരു ദോഷം ചൂണ്ടിക്കാണിക്കുന്ന, ഒരു കുറവ് ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നമ്മൾ വയറുകയല്ല ചെയ്യേണ്ടത്, അവർ വഴക്ക് പിടിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മളെ സ്മൂത്ത് ആയിട്ടല്ലല്ലോ കാര്യം, എവിടെയോ ഒരു സംഗതി, ഒരു വിഷമം വരുന്നുണ്ടല്ലോ. ഈ വിഷമത്തിന്റെ കാരണം എന്താണ് എന്ന് നാം നമ്മോട് ചോദിക്കണം. നിങ്ങൾക്ക് തന്നെ വെളിച്ചമാവുക. ഏറ്റവും അവസാനം ഗൗതമ ബുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക, അങ്ങ് പോയാൽ ഞങ്ങൾക്ക് ആരാണ്? അപ്പോ അന്ന് ഗൗതമ ബുദ്ധൻ ശിഷ്യർക്ക് കൊടുത്ത ഏറ്റവും അവസാനത്തെ വാക്കാണ്, നിങ്ങൾക്ക് തന്നെ വെളിച്ചമാവുക. പുറത്തുനിന്ന് നമ്മളെ ഒരാൾ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി തന്ന് നമ്മുടെ ആത്മമുക്തിക്കോ ആത്മമോചനത്തിനുള്ള കാര്യം ചെയ്തു തരില്ല. ഇവിടെ യജ്ഞകനും പൂജകനും സാധകനും ആരാകണം? എനിക്ക് വേണമെങ്കിൽ ഞാനാകണം, അല്ലേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വഴികളിലേക്ക്. 2 വാക്കുണ്ട്, സന്യാസിയുണ്ട്, തോന്യാസിയുണ്ട്, ഇല്ലേ? എന്താ തോന്യാസി എന്ന് പറഞ്ഞാൽ? തോന്നിയതിനനുസരിച്ച് വസിക്കുന്നവൻ ആരോ അവൻ ആരാണ്? തോന്യാസി. അല്ല, അത് ചീത്ത വാക്കല്ല, ഓരോ വാക്കിന് അർത്ഥമുണ്ട് കേട്ടോ. അമ്മ അല്ല മാതാവ് ആണോ? ഇല്ലേ? അമ്മ എന്ന വാക്ക് എവിടുന്ന? പാലി ഭാഷയാണ്, ബുദ്ധന്റെ ഭാഷയാണ്, പാലി എന്നുണ്ടായത്. അച്ഛനല്ല പിതാവ്. എല്ലാവർക്കും അച്ഛനും അമ്മയാകാൻ പറ്റും, മാതാവും പിതാവും ആകാൻ പറ്റൂ. അതുപോലെ മക്കൾ, മകൻ, മകൾ, അതല്ല എന്ത്? പുത്രൻ എന്ന് ആരായിരിക്കണം? പിതാവിനെ ത്രാണനം ചെയ്ത് രക്ഷിക്കുന്ന ആളായിരിക്കണം ഒരു ഘട്ടത്തിൽ. തിരിച്ച് പിതാവ് എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം വരെയും ഈ മക്കളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന, ഗൈഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളായിരിക്കണം, ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല്, നേരത്തെ പറഞ്ഞ ആ കാര്യം വെച്ച് നമ്മൾ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. തോന്നിയവാസിയായിട്ട് ജീവിക്കണോ, സന്യാസിയായിട്ട്, സംയമനം പാലിച്ചുകൊണ്ട്, സമ്യക്കായിട്ട്, നമ്മുടെ ആത്മാവിനും വീടിനും നാടിനും നമ്മുടെ പിതൃപരമ്പരയ്ക്കും ദോഷം വരാത്ത വിധത്തിൽ നമുക്ക് സമ്യക്കായിട്ട് ജീവിക്കണോ? അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മളെ നല്ലതല്ലാത്ത വഴി കൊണ്ടുപോകുന്ന
ഈ സൂക്ഷ്മ സ്വാധീനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടത് കൊടുത്തുകൊണ്ട്, ഇല്ലേ? ഇപ്പൊ നമ്മൾ അങ്ങനെ ചലിപ്പിക്കുന്നത് നമ്മൾ പറയും പാവകളിയിലെ പാവയെ പോലെ പലരും ചലിപ്പിക്കാറുണ്ട്. ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് കൊലപാതകം ചെയ്യുമോ? അറിഞ്ഞുകൊണ്ട് തന്റെ ശരീര ദോഷം എന്ന ലഹരി ഉപയോഗിക്കുമോ? ഇത്ര ചിന്തിച്ചാൽ ദോഷമാണെന്ന് അറിയുന്ന, ലോകം വിളിച്ചു പറയുന്ന, നിയമം കൊണ്ട് നിരോധിച്ച ഒരു കാര്യത്തെ, ഒരു രാജ്യത്തൊരു നിയമമുണ്ടല്ലേ, ആ നിയമം കൊണ്ട് നിരോധിച്ച ഒരു കാര്യത്തെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അറിവോട് ചെയ്യുമേ? ചെയ്യുമോ? ഇല്ല. പിന്നെ നമ്മള് വേണ്ട എന്ന് വെച്ചാൽ ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെയാണ് ഈ ആത്മീയതയുടെ നമ്മൾ അറിയേണ്ട ഒരു കാണാ ചരട് എന്ന് പറയുന്നത്. അല്ലാതെ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞു താടിയോ മുടിയോ ജടയോ പർദ്ദയോ ഇതൊന്നും അല്ല, തൊപ്പിയോ ഒന്നും അല്ല. ആത്മാവിനെ സംബന്ധിക്കും നമ്മൾ തന്നെ മനനം ചെയ്യണം. എന്താ മനുഷ്യന്റെ വാക്കിന്റെ അർത്ഥം? മനുഷ്യൻ ടീച്ചർമാരൊക്കെ കൂട്ടത്തില് മനുഷ്യൻ മനനം ചെയ്യാൻ കഴിവുള്ളവരാരാണോ, അല്ലെ? നമുക്ക് മനനം ചെയ്യാൻ കഴിയണം. നമുക്കൊരു കാര്യം വരുമ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് സ്വയം തോന്നും, അല്ലെ? അതാ ഗുരു പറഞ്ഞടാ, ഓരോരോ വിദ്യകൾ ഓതി പഠിക്കേണ്ട താനെ ഉദിക്കും മനസ്സു തന്നിൽ. നാം ഈ പ്രകൃതിയെ മാനിച്ചുകൊണ്ട് നാം അങ്ങനെ ഒരു ചിട്ടയോടും നിഷ്ഠയോടും കൂടി ജീവിക്കുമ്പോൾ ഈ വിശ്വപ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് നിർഭാഗ്യവശാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ആ വർഗത്തിനല്ലാത്ത ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ആത്മബോധമുണ്ട്, മനുഷ്യന് മാത്രമില്ല. ലത്തൂരിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ മണ്ണിനടി ചെറിഞ്ഞു നോക്കിയപ്പോഴത്തെ പേരിന് 1-2 പക്ഷിമൃഗാദികൾ ഉണ്ടായിരുന്നു, മരിച്ചപ്പോൾ മനുഷ്യരായിരുന്നു. എന്തിനാ? വയനാട്ടിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഒലിച്ചു പോയപ്പോ രാത്രി കിടന്നുറങ്ങിയ മനുഷ്യർക്കാണ് ഇപ്പോൾ ദുരന്തം ഉണ്ടായത്. അത് പരിശോധിച്ചപ്പോൾ വളരെ കുറച്ച് പക്ഷിമൃഗാദികൾ കൊണ്ടാണ്. കാരണം ഈ ദുരന്തം വരുന്നതിന് മുമ്പ് പ്രകൃതി കൊടുക്കുന്ന സൂചന റീഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? ഇല്ലേ? നാൽക്കാലികൾക്ക്, പക്ഷികൾക്കൊക്കെ റീഡ് ചെയ്യാൻ പറ്റും, മനുഷ്യർ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. വൈ? അവിടെയാണ് ആത്മബോധം. നമുക്കുമുണ്ട് ആ ആത്മബോധത്തെ നമ്മൾ തെളിയിക്കണം, അല്ലേ? ആത്മബോധത്തെ നമുക്ക് തെളിയിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇൻഡ്യൂഷൻസിനെ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് നന്മയോടുകൂടി ചിട്ടയോടുകൂടി നമ്മുടെ ആത്മനന്മയ്ക്ക് ഉതകുന്ന വിധത്തിൽ, വീടിനും നാടിനും രാജ്യത്തിനും ഉതകുന്ന വിധത്തിൽ നമുക്ക് ജീവിക്കാനും അങ്ങനെയുള്ള മക്കളെ നമുക്ക് വളർത്തിയെടുക്കുവാനും അങ്ങനെയുള്ള സൽസന്താനങ്ങളെ കൊണ്ടുവരുവാനും, കല്യാണം കഴിച്ചവരാണെങ്കിൽ കുട്ടികളില്ലാത്തവരാണെങ്കിൽ ആരെ ജനിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം, ഇല്ലേ? ചില വീടുകളിൽ ചില കുഞ്ഞുങ്ങൾ വന്ന് ജനിച്ചിട്ട് ഇവൻ എന്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോ ദൈവമേ എന്ന് തപിക്കുന്ന അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ. അപ്പൊ ഗുരു ചോദിച്ചു, ഇവിടെ നിങ്ങൾക്ക് ആരുടെ മാതാവും പിതാവും ആകണം? അപ്പൊ മാതാവാകണമെന്നുണ്ടെങ്കിൽ മാതാവിന് അറിവുണ്ടാവണം, ഇല്ലേ? നമ്മൾ പറയുന്ന വീരശൂര പരാക്രമികളുടെ അമ്മയായിരുന്നു ആര്? കുന്തി, 5 പേരുടെ, ഇല്ലേ? അങ്ങനെ ഒരു വീരശൂര പരാക്രമികൾ ആരെയും നമ്മുടെ കഥകളിലൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. ആ കുന്തി അവസാനം പറഞ്ഞ എന്താ? നീ ഒരിക്കലും വീരശൂര പരാക്രമികൾക്ക് ജന്മം കൊടുക്കരുത്, നീ സൽസന്താനങ്ങൾ അനുഭവഭാഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്താ അനുഭവഭാഗ്യം എന്ന് പറഞ്ഞ? ഈ ഭാഗ്യം എന്ന് പറയുന്ന സാധനം എന്താ? ഭാഗ്യം ചുമ്മാ ഉണ്ടാകുമോ? 5 ലക്ഷം പേര് PSC പരീക്ഷ എഴുതുന്നു, അല്ലേ? ഞാൻ ചെറിയ ഉദാഹരണം പറയുക. 5 ലക്ഷം പേർ PSC പരീക്ഷ എഴുതുന്നു, എല്ലാവരും കോച്ചിങ് സെന്ററിലൊക്കെ പോയി പഠിക്കുന്നവരാണ്, അല്ലേ? പക്ഷെ കിട്ടുന്ന എത്ര ആൾക്കായിരിക്കും? 250 പേർക്കായിരിക്കും. അപ്പൊ അവസാനമായി പറയും എനിക്ക് ഭാഗ്യമില്ലാതെ പോയി, ഇല്ലേ? നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ ആൾക്കാർ പറയും എനിക്ക് ഒന്നില്ലാതെ പോയി, ഭാഗ്യമില്ലാതെ പോയി. നമ്മൾ പറയുന്ന വാക്ക ഭാഗ്യം, ഇല്ലേ? ഈ ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം കൂടെ? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ അകത്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലേ? ഈ അകത്തിരിക്കുന്ന ഈ ആത്മാവ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് കുറെ ഘടകങ്ങളുണ്ട്, കുറെ ഓപ്പറേഷൻ, നമ്മൾ പറയുന്ന കുറെ ഓപ്പറേഷൻ ഇങ്ങനെ മെർജ് ചെയ്തിരിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ആത്മാവിൽ. അതിലൊന്നാണ് എന്ത്? പുണ്യം, അല്ലേ? ആ വാക്ക് കേട്ടിട്ടുണ്ടോ? പുണ്യം എന്ന വാക്ക്. പുണ്യമുണ്ടെങ്കിൽ എന്തുണ്ടാവും? പുണ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടപ്പുറപ്പായിട്ട് ഭാഗ്യമുണ്ട്. ഈ പുണ്യം എങ്ങനെ വരും? കാശോട്ട് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അങ്ങനെ പുണ്യക്കുറവുണ്ടെങ്കിൽ നമുക്ക് പുണ്യം ആർജിക്കണം. എങ്ങനെയാ? സൽക്കർമ്മങ്ങളിലൂടെ, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, നമ്മുടെ ചിട്ടയ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ആത്മാവിലേക്ക് പുണ്യം വരണം. അങ്ങനെ ഒരു വലിയ കഥ നമ്മുടെ ഭാഗവതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അറിയാം? പുണ്യമില്ലാത്തത് കൊണ്ട് വളരെ ദരിദ്രനായി പോയിട്ട് പിന്നെ കൃഷ്ണനെ കാണാൻ, ശ്രീകൃഷ്ണനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഭയങ്കര സമ്പന്നനായ ഒരു കഥ, ഇല്ലേ? ഏതാണത്? കുചേലൻ, ഇല്ലേ? സുധാമാവ് എന്ന് പറയുന്ന കുചേലന്റെ കഥ പറഞ്ഞു വെച്ചിരിക്കുന്നു. അവിടെ പഠിക്കേണ്ട പാഠം എന്താ? കഥ കേട്ട് പോകരുത്, പഠിക്കണം.
അതായത് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സതീർത്ഥനായിട്ടാണ് സുധാമാവ് പഠിച്ചത്. ചെറിയ ആളല്ല. ശ്രീകൃഷ്ണ പരമാത്മാവ് ജന്മമെടുത്തപ്പോൾ കൂടെ ആ സമയത്ത് സതീർത്ഥനായിട്ട് പഠിച്ചു. രണ്ടും രണ്ടു വഴിക്ക് പിരിഞ്ഞു. ഇദ്ദേഹം ഈ പറയുന്ന ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ഭാര്യയെ കുഞ്ഞുങ്ങളെ നേരാമണ്ണം നോക്കാൻ പോലും പറ്റാത്ത വിധത്തില് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആകുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ചേല കീറിയതുകൊണ്ട് ചേലൻ എന്ന് വിളിക്കുന്നില്ലേ, സുധാമാവെന്ന പേര്. അപ്പോഴാ ഭാര്യ പറയുന്നത്, നിങ്ങളുടെ സതീർത്ഥനല്ലേ, കൂടെ പഠിച്ചതല്ലേ ആര്, ശ്രീകൃഷ്ണ പരമാത്മാവ്, ഒന്ന് പോയി കണ്ടുകൂടെ. ബ്രാഹ്മണനായിരുന്നു ആര്, സുധാമാവ്. നേരത്തെ എന്തുണ്ടായിരുന്നു, നമുക്കില്ലാത്ത ഒന്നുണ്ട്. എന്തായിരുന്നു നേരത്തെ പറഞ്ഞ കാര്യം? അറിവുണ്ടായിരുന്നു. ആ അറിവുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ കാണാൻ പോകുന്നത് ദ്വാപര യുഗാധീശനെയാണ് കാണാൻ പോകുന്നത്. ദ്വാപര യുഗത്തിന്റെ അധികാരിയായ ആചാര്യനെയാണ് ഞാൻ കാണാൻ പോകുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണാൻ പോകുന്നത്, ഗുരുവിനെ കാണാൻ പോകുന്നത്. വെറും കൈയോടെ പോകരുത്. അതൊരു അറിവാ അല്ലേ, വെറും കൈയോടെ പോകരുത്. അദ്ദേഹം എന്ത് ചെയ്തു? ഭാര്യ എടുത്ത് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല അല്ലേ. അപ്പോ അടുത്ത വീടിൽ പോയി ഭിക്ഷാടനം നടത്തി കിട്ടിയ ആ നെല്ല് കുത്തിയെടുത്ത് കല്ലും അവലുമൊക്കെ ആയിട്ട് ഒരു പഴയ തുണി കിഴികെട്ടി കഷത്തിച്ചാ പോകുന്നത്. നാണക്കേട അല്ലേ, കാണാൻ പോകുന്ന നാണക്കേട. അയ്യോ ഇത് ഞാനെ വെളിയിക്ക. കാരണം അദ്ദേഹം ആരാണ്? അത്രയും ഉയർന്ന ഒരാളെ കാണാൻ ഞാൻ ഈ പഴന്തുണിയിൽ ഇതും കൊണ്ട് പോയാൽ എന്താകും എന്ന് പറഞ്ഞാൽ പോകുന്നില്ല. കഥ ഞാൻ പറയാം. കഥ പറയുമ്പോൾ അതിനകത്തൊരു പുണ്യത്തിന്റെ അംശം മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ വന്നപ്പോ അല്ലെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ഈ മഹാത്മാക്കൾ എന്ന് പറയുന്നത് അനുകമ്പ സ്വരൂപരാണ് അവർ അല്ലേ. നമ്മൾ ഇന്നോളം വന്ന എല്ലാ മഹാത്മാക്കളെ അടുത്ത് പഠിച്ചാലും അവർ മാനവരാശിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടിയിട്ട് തമിച്ചവരും തന്റെ തപോബലം മുഴുവൻ അവർ കൊടുത്തവരുമാണ്. അത് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ ശ്രീനാരായണ ഗുരുസ്വാമി എടുത്താലടക്കം അവർക്ക് അനുകമ്പ സ്വരൂപരായിരുന്നു. കണ്ടപ്പോ ഓടി വന്നില്ലേ, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കൊണ്ടുവന്നിരുത്തി, കാല് കഴുകി കൊണ്ടുവന്നിരുത്തി, എല്ലാം ചെയ്തു. എന്നിട്ട് ചോദിച്ചു എന്താ ഇരിക്കുന്നത്, പിടിച്ചു മേടിക്കുന്നു, കഴിക്കുന്നു. എന്തിനാണ് കഴിച്ചത്? ശ്രീകൃഷ്ണൻ എന്തിനാ കഴിച്ചത്? കഴിച്ച സമയത്ത് ഇടയ്ക്ക് പത്നി വന്നിട്ട് ഇങ്ങനെ അദ്ദേഹം കഴിക്കേണ്ടെന്ന് പറയുന്ന ഭാഗം കൂടി പറയുന്നുണ്ട്. എന്താ കാര്യം? കാരണം അദ്ദേഹം മഹാത്മാവാണ് അല്ലേ. ഇത് എത്രത്തോളം ഇത് ചെയ്യുന്നുണ്ടോ അത്രത്തോളം പുണ്യാംശം ഇങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ അറിവുള്ളവർക്ക് ദാനം കൊടുക്കുക എന്ന ഭാഗത്ത് എക്സ്ചേഞ്ച് ആണെന്ന് പറയുന്നില്ലേ. അപ്പൊ നമ്മൾ കേട്ട കഥയില് ശ്രീകൃഷ്ണ പരമാത്മാവിനെ വന്ന് കണ്ടു, അദ്ദേഹം തിരിച്ചു പോയപ്പോ വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു, ഭാര്യയുടെ കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടായിരുന്നു ഒക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുക. അങ്ങനെയല്ല. ശരിക്കുള്ള സംഭവം അവിടെ നിർത്തിയെന്നാ പറയും. അവിടെ കൂടെ താമസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഗോക്കളെ പരിചരിക്കുന്ന കർമ്മം ചെയ്യാൻ പറഞ്ഞു. ഒരു കർമ്മം വേണം. നമ്മുടെ ജീവനിൽ പുണ്യക്കുറവുണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവിൽ പുണ്യക്കുറവുണ്ടെങ്കിൽ, പുണ്യം സമ്പാദിക്കണമെങ്കിൽ എന്ത് വേണം? പുണ്യക്കുറവ് വരാൻ കാര്യം നമ്മൾ പൂർവ്വജന്മങ്ങൾ ചെയ്തു പോയിട്ടുള്ള ദോഷകർമ്മങ്ങളുടെ ഫലമായിട്ടായിരിക്കുമല്ലോ പുണ്യക്കുറവ് ഉണ്ടായില്ലേ. അതിനെ കർമ്മം കൊണ്ട് നിവർത്തിക്കണം. അങ്ങനെ ഗോക്കളെ പരിചരിക്കാൻ പറ്റുമെന്ന ഗോപരിചരണം ചെയ്ത് അവിടെ ഏറ്റവും വലിയ കർമ്മമായിട്ട് ഗുരു പറയുന്ന പശുക്കളെ പരിപാലിക്കുന്ന കർമ്മം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. അങ്ങനെ ഗോക്കളെ പരിപാലിക്കുകയും ഗുരുവായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞ് ആ ആത്മാവിലെ ദോഷങ്ങൾ മാറി, ആ കുറവുകൾ മാറി, ആ പുണ്യം വന്നു എന്ന് പറഞ്ഞ അവസ്ഥ വന്നപ്പോഴാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞയക്കുന്നത്. ആ പുണ്യം വന്നാൽ അയാൾ എവിടെ പോയി എന്തുണ്ടാവും? അയാൾക്ക് ഭാഗ്യമുണ്ടാവും. പുണ്യമുണ്ടെങ്കിൽ എന്ത് വരുത്തുള്ളൂ? അപ്പൊ കർമ്മത്തിൽ കൂടി ധർമ്മം ഉണ്ടാകണം അല്ലേ. കർമ്മത്തിൽ കൂടി ധർമ്മം ഉണ്ടാക്കി, ധർമ്മത്തിൽ കൂടി പുണ്യം വരുത്തി, ആ പുണ്യം ഭാഗ്യമായി വരയണം. ഇതാണ് ഗുരു പഠിപ്പിച്ച കാര്യം. കർമ്മത്തിൽ കൂടിയാണ് ധർമ്മം ഉണ്ടാകേണ്ടത്, ധർമ്മത്തിൽ കൂടിയാണ് പുണ്യം വരേണ്ടത്. ഈ പുണ്യം നമ്മുടെ വേണ്ടി വന്നാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിന്റെ മുക്തിക്ക് വരെ ഉതകുന്ന ഒന്നായി മാറണം അല്ലേ. അപ്പോ നാം സൽക്കർമ്മങ്ങൾ ചെയ്യണം. മനസ്സാവാച കർമ്മണ സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ജീവന് നന്മ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ആത്മാവും ശരീരവും മനസ്സും ഉള്ളതുപോലെ തന്നെ നമ്മൾ ജനിച്ച ആ വീടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കടപ്പാടുണ്ട്. പൂർവ്വസൂരികളോട് നമുക്കൊരു കടപ്പാടുണ്ട്. പിതൃക്കൾക്ക് നമ്മുടെ മേലെ അവകാശമുണ്ട്. നമ്മൾ തൂത്താൽ പോവുകയില്ല. അപ്പൊ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? നാം എന്ത് ചെയ്യുമ്പോഴും പിതൃസ്മരണ നമുക്ക് ഉണ്ടാവണം. ദൈവം നിങ്ങൾ പൂർവ്വപിതൃക്കൾക്ക്, എന്റെ പൂർവ്വപിതൃക്കൾക്ക്, അവരുടെ ആരാധനാമൂർത്തികൾക്ക്
ദൈവനിശ്ചയപ്രകാരം ആ ഒരു മുക്തി കിട്ടണം, അവർക്കൊരു സന്തോഷാവസ്ഥ ഉണ്ടായാൽ നാം സങ്കല്പിക്കുമ്പോൾ അവർ കിട്ടുക. സംശയം ചെയ്തു നോക്കൂ, ഇത് വെറുതെ പറയാം, എന്തെങ്കിലും ചിലവൊന്നും ഇല്ലല്ലോ. അവരുടെ ദിവസം ചെയ്തു നോക്കുക, ആ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അവര് തപിച്ച് വേദനിച്ചോ നിൽക്കുന്നെങ്കിൽ ആ താപവും വേദനയും ആർക്ക് കിട്ടും? നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇല്ല, അതാണ് പിതൃദോഷം എന്ന് പറയുന്നത്. പിതൃധർമ്മമാണ്. അത് വലിയ ധർമ്മം തന്നെ ആയതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭഗീരഥൻ എന്ന മഹാരാജാവില്ലേ, ഭഗീരഥ മഹാരാജ് രാജ്യഭരണം വെച്ച് ദൂരെ എറിഞ്ഞിട്ട് തപസ് ചെയ്ത് ഗംഗയെ പാതാളത്തിലേക്ക് കൊടുത്തി പിതൃക്കളെ രക്ഷപ്പെടുത്തി കഥ പറഞ്ഞു വെക്കുന്നുണ്ട്. ഭഗീരഥ യജ്ഞം ഒരു വാക്കുണ്ട് മലയാളത്തിൽ. വലിയ ഋഷിയായിരുന്ന അഗസ്ത്യരത്തിന്റെ കല്യാണം കഴിച്ച്, മഹാഋഷ്യ അഗസ്ത്യരില്ലേ, അഗസ്ത്യ മുനിയുടെ കല്യാണം കഴിച്ചേ. തന്റെ പിതൃക്കൾക്ക് മുക്തി ഉണ്ടാവണമെങ്കിൽ തന്നിലൂടെ ഒരു പുത്രൻ ജനിക്കണം. അങ്ങനെയാണ് ലോകമുദ്ര വിവാഹം ചെയ്യുന്നില്ലേ. ലോകമുദ്ര വിവാഹം ചെയ്ത് ദൃഢാസ്യു എന്ന് പറയുന്ന പുത്രൻ ഉണ്ടായതും ആ കഥയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ പുത്രൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുക അതിന് വേണ്ടി ശരിക്കും സത്യത്തിൽ വിവാഹത്തിന്റെ അടിസ്ഥാന കർമ്മം എവിടെ പോയിരിക്കുന്നത്? ഈ പറയുന്ന പൂർവ്വസൂര്യർക്ക് ജന്മം കൊടുക്കണം ഇല്ലേ. ശരീരമില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ശരീരം കൊടുക്കുക എന്ന് പറയുന്ന അവസ്ഥ കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പൊ അത് യോഗ്യതപ്പെട്ട ആളുകളെ ഭൂമിയിൽ ജനിപ്പിക്കുന്ന ആ ഒരു അടിസ്ഥാന കർമ്മമാണ് ശരിക്കും എന്താ? വിവാഹം. ഇന്ന് നമ്മുടെ വിവാഹത്തിന്റെ അവസ്ഥ എന്താ? പല വീടുകളിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും അല്ല കേട്ടോ, എല്ലായിടത്തും വിജയകരമായി പോകുന്ന ആളുകളുമുണ്ട്, അല്ലാതെ പോകുന്ന ആളുകളുമുണ്ട്. കല്യാണം കഴിഞ്ഞ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പതുക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. രണ്ടുപേരും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യയ്ക്ക് 1 ലക്ഷം രൂപ ശമ്പളം, ഭർത്താവിന് 1 ലക്ഷം ശമ്പളം ഇല്ലേ. അപ്പോ അവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നു, വേറെ വിളിക്കുന്നു, വീട്ടിലെ പെൺകുട്ടി അമ്മയെ വിളിക്കുന്നു. അമ്മ പെട്ടെന്ന് എന്താ പറയുക? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ആത്മാവ് ശരീരം മനസ്സ് ഇതിനെ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ ധന്യമായി ജീവിക്കണമെങ്കിൽ കയ്യിൽ സാധനം വേണം. എന്താണ്? അറിവ്. അതാ പറഞ്ഞത്. അപ്പൊ ഈ അമ്മ എന്ന് പറയും, അമ്മയുടെ അറിവ് വെച്ചെന്ന് പറയും. അവര് പറയുന്നു, നീ കൂടുതൽ കണ്ട, നിന്റെ മേലെ കൂടുതൽ വരുന്നുണ്ട്, നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ നമുക്ക് സൗകര്യങ്ങളുണ്ട് ഇല്ലേ. നേരെ ഇങ്ങോട്ട് വരുന്നു, രണ്ടാകുന്നു. ഇന്ന് നമുക്ക് കേരളത്തിൽ ഏറ്റവും വലിയ വ്യവസായം വളർന്നു വരുന്ന ഒരു ഭീകരത മാട്രിമോണിയൽ ബിസിനസ്സിൽ തന്നെ സെക്കൻഡ് മാരേജ്, ഡൈവോഴ്സ് ആയ ആൾക്കാരുടെ വിവാഹം കൈകാര്യം ചെയ്യുന്നത് വലിയ മാർക്കറ്റായി വന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. പുതിയ വിവാഹങ്ങളല്ല, ഡൈവോഴ്സ് ആയ ആളുകളുടെ കല്യാണം കൈകാര്യം ചെയ്യുന്ന ഒരു മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇങ്ങനെ ഈ വിവാഹം എന്ന് പറയുമ്പോൾ പൊരുത്തക്കേടുകൾ നമുക്ക് പൊരുത്തം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ ജനിച്ചു അല്ലെ, ആ നക്ഷത്രം സമയം വെച്ച് ജാതകം എഴുതുന്നു അല്ലെ, ജാതകം എഴുതുന്നു, ജ്യോത്സ്യം നോക്കുന്നു, അത് എത്ര പൊരുത്തമുണ്ടോ നോക്കുന്നു, ഗണങ്ങൾ നോക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു. സത്യത്തിൽ പൊരുത്തം അതാണ്. രണ്ട് വീടുകൾ തമ്മിലുള്ള പൊരുത്തത്തിൽ. ഇപ്പം അങ്ങനെ പൊരുത്തം ശരിയായിരുന്നു എങ്കിൽ നമുക്ക് അവിടെ വലിയ ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ട്. അങ്ങനെ പൊരുത്തം ശരിയായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായി രാമായണവും മഹാഭാരതത്തിൽ രാമായണത്തില് ശ്രീരാമചന്ദ്രനും സീതയും തമ്മില് 10ൽ 10 പൊരുത്തമായിരുന്നു പറയുന്നത്. ശ്രീരാമനും സീതനും എത്ര പൊരുത്തമായിരുന്നു? 10ൽ. കേട്ടിട്ടുണ്ടോ കഥ? ആരാണ് ജാതകം നോക്കിയത്? ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ജാതകം നോക്കിയത് ആരാ? ഏറ്റവും പ്രഗത്ഭരായ ഋഷികളാണ് നോക്കിയത് അന്നത്തെ കാലഘട്ടത്തിലെ. കാരണത്തുണ്ടാ രാജാവായിരുന്നു. 10ൽ 10 പൊരുത്തമുള്ളവരായിരുന്നു ശ്രീരാമനും സീതയും. ആ ദമ്പതികൾ അനുഭവിച്ച ദുരിതം എന്ന് പറയുന്നത് എത്ര വലുതായിരുന്നു. അവസാനം അഗ്നിശുദ്ധി വരുത്തുന്ന ഭാഗത്ത് വന്നിട്ട് ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിൽ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു. ജലസമാധി നമ്മൾ പറയും. അപ്പൊ പൊരുത്തം ശരിയായിരുന്നുവെങ്കിൽ, പൊരുത്തം മാത്രം ശരിയായാൽ മതിയായിരുന്നുവെങ്കിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിക്കുമായ അവസ്ഥ ഉണ്ടാകത്തില്ല. പൊരുത്തം എന്ന് പറഞ്ഞ എവിടുത്തെ പൊരുത്തമാ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിക്ക് ഒരു ഓറയുണ്ട്, നമ്മുടെ കണ്ണോട് കാണുന്നില്ലെന്നേ ഉള്ളൂ അല്ലേ. അവിടെ സ്വാധീനങ്ങളായി നിൽക്കുന്ന കുറെ ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പൂർവ്വപിതൃക്കള്, ആരാധനാമൂർത്തികളൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളുടെ ആത്മാവിന്റെ വാസനയും ആത്മാവിന്റെ ബലവും അതിന്റെ നന്മയും പുണ്യമൊക്കെ പറഞ്ഞു ഇല്ലേ. പിന്നെ ശരീരം, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു മനുഷ്യൻ. നമുക്ക് മാത്രമായിട്ടൊരു അസ്തിത്വമില്ല. ജനിച്ച വീടിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, കുടുംബത്തെ സ്വാധീനം എന്ന് പറയുന്ന സ്വാധീനം തന്നെയാണ് ഇല്ലേ. അപ്പോ ഈ രണ്ട് കുടുംബങ്ങളുടെ പിതൃ സ്വഭാവങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ? ഒരാളുടെ വീട്ടിൽ വെജിറ്റേറിയൻ ആണ് കൂടുതൽ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതാണ് അവരുടെ വാസനയും താല്പര്യം ഇല്ലേ. ഇപ്പുറത്തെ വീട്ടിലോ അവർക്ക് ഇറച്ചി അല്ല മീനില്ലാതെ പറ്റാത്ത, കാരണം അവർക്ക് അതാ ഇഷ്ടം. ഇത് സ്വയം മനസ്സിലാക്കണം. തിരുത്താൻ പോകരുത് ഇല്ലേ. തിരുത്താൻ പോയാൽ നടക്കുമോ? ഇത് സ്വയം നമ്മൾ മനസ്സിലാക്കണം. 2,
അവർ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ജീവനുകളുടെ പൊരുത്തമുണ്ട്. ഗുരു നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളെ അകത്തിരിക്കുന്ന നമ്മൾ ചില ആൾക്കാർ തമ്മിൽ ഭയങ്കര പൊരുത്തം പറയില്ലേ, ജോലി സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തമ്മിൽ ചിലർ തമ്മിൽ നല്ല എന്താ പറയുക, വേറെ വാക്കം ഉപയോഗിക്കാം, നല്ല ആചാരിക്കും, ചിലർ തമ്മിൽ ഒട്ടും യോജിക്കില്ല. അപ്പൊ നമ്മുടെ ഈ സോൾസിന്റെ ഒരു പൊരുത്തമാണ്, ആത്മപ്പൊരുത്തം എന്ന് പറയും. ഒരാൾ ഒരു പക്ഷേ ഒരു മാനിൽ നിന്ന് പരിവർത്തനപ്പെട്ട് മുക്തിയായ ഒരു സ്ത്രീ ജന്മം എടുത്ത ഒരാളായിരിക്കാം. അതായത് അത്ര ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വന്ന ഒരു മനുഷ്യപ്രവിയാണ് പെണ്ണായിട്ട്. പുരുഷനോ, പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗങ്ങളായിട്ട് ജനിച്ചും മരിച്ചും പഴക്കമുള്ള ഒരാളാണ് പുരുഷനെങ്കിലോ പൊരുത്തുണ്ടാവൂ? ഇല്ല. എന്തുകൊണ്ടാ? മറ്റേയാൾ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ മനുഷ്യപ്രവി. മറ്റേയാള് കാലങ്ങളായിട്ട് ഇങ്ങനെ ജന്മങ്ങളെടുത്ത് അവരുടെ ആത്മാവ് ജീവൻ എന്ന് പറയുന്നത് ഇങ്ങനെ പഴക്കമുള്ള ജീവൻ എന്ന് പറയും. അപ്പൊ പഴക്കമുള്ള ആത്മാവും ഈ പഴക്കക്കുറവുള്ള ആത്മാവും തമ്മിലുള്ള ആത്മപൊരുത്തം എന്ന് പറയുന്നതായിരിക്കും കുറവായിരുന്നു. ഏറ്റവും വലിയ പൊരുത്തം എന്താണ്? ആത്മാവിന്റെ പൊരുത്തമാണ്. രണ്ട് വീടുകളുടെ പൊരുത്തം എന്ന് പറയുമ്പോൾ ആ രണ്ട് വീടുകളുടെയും ആരാധനാ സ്വഭാവങ്ങളും അവരുടെ പൊതുസമൂഹവും തമ്മിലുള്ള പൊരുത്തങ്ങളാണ്. രണ്ടും വ്യത്യസ്തമായിരിക്കും. ഒരിക്കലും അത് യോജിച്ചു പോകുന്ന രണ്ട് വീടാണ്. ഇതൊക്കെ സ്വയം മനസ്സിലാക്കിയാനുള്ള ഒരു അറിവുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയും ഇനി IT ഫീൽഡിലല്ല ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഡൈവോഴ്സ് എന്ന് ഒറ്റയടിക്ക് ഡിസിഷനിലേക്ക് വരത്തില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് മാട്രിമോണിയൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് തന്നെ ഉയർന്നു വന്നിരിക്കുക. വൈ? ഇത് നമ്മൾ പഠിക്കണം. അതാണ് ഏറ്റവും ആദ്യം അറിവ്, അല്ലേ? ഗുരു പറഞ്ഞ വാക്കാണ്. ഗുരുവിന്റെ ഗുരുവാണികളിൽ ഏറ്റവും ആദ്യം നമ്മളെയൊക്കെ സ്പർശിച്ച ഒരു വാക്കാണ് അമ്മ അറിവുള്ളവളായിരിക്കണം. അമ്മ അറിവുള്ളവളായിരിക്കണം. അമ്മ നന്നായാൽ വീട് നന്നായി. ചെറിയ വാചകം എന്ന് പറഞ്ഞു. അറിവ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ആ അറിവ് നമുക്ക് ഉണ്ടാവണം. ആ അമ്മയുടെ അറിവ് അമ്മയായ ശേഷമല്ല ഉണ്ടാവേണ്ടത്, ആ പെൺകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ വിവാഹത്തിന് മുമ്പ് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഞാൻ ഒരു യോഗ്യതപ്പെട്ട മഹാത്മാവിന് ജന്മം കൊടുക്കും. എന്താ വേണ്ടേ? ഇപ്പൊ നമ്മുടെ ആഗ്രഹം ചോദിച്ചാല് ഒരു പെൺകുട്ടിയോട് ഒരു ആൺകുട്ടിയുടെ ആഗ്രഹം ചോദിച്ചാൽ എഞ്ചിനീയറിംഗ് ഡോക്ടറൊക്കെ കഴിയും. അപ്പൊ AI പറയും, അല്ലെങ്കിൽ സ്പെയർ സ്പെഷ്യലിസ്റ്റ് പറയും, അവർ ആഗ്രഹങ്ങൾ പറയും. പക്ഷെ ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ ആൺകുട്ടി ചോദിച്ചാൽ എന്റെ വീടിനും നാടിനും രാജ്യത്തിനും ലോകത്തിനും ഉതകുന്ന ഒരു മഹാത്മാവിന് ഞാൻ ജന്മം കൊടുക്കും. ഈ അറിവ് നമ്മൾ എടുത്തു കളഞ്ഞു. പണ്ടുണ്ടായിരുന്നു, എല്ലാ അറിവിനും അപ്പുറത്തേക്ക് ഇതായിരുന്നു, അല്ലേ? അതാ കുന്തി പറഞ്ഞത്, അനുഭവ ഭാഗ്യമുള്ള സന്താനം വന്ന് ജനിക്കണേ എന്ന് നീ പ്രാർത്ഥിക്കുക. വീരശൂല പരാക്രമങ്ങളല്ല വേണ്ടത്, അനുഭവ ഭാഗ്യം സന്താനം വന്ന് ജനിച്ചാൽ ആ ഭാഗ്യം ആ വീടിന് അനുഭവിക്കാൻ പറ്റും. ഇതാണ് അറിവ്. അപ്പൊ ഈ അറിവ് ഉണ്ടാകാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് മഹാത്മാക്കള് ജ്ഞാനികള് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ അടിസ്ഥാനപരമായ കാര്യം, നമ്മളെ ഉള്ള പുണ്യം നമ്മൾ നശിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കാതെ ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. അതിൽ ഈ പൗർണമി ദിവസം നമ്മുടെ ഗൃഹസ്ഥന്റെ പ്രധാന ധർമ്മമായിട്ടുള്ള ആ പിതൃധർമ്മം എന്ന് പറയുന്ന അനുഷ്ഠിക്കാൻ നമുക്ക് ആകട്ടെ. നിങ്ങൾ നോക്കുക, കലണ്ടറിൽ കാണിക്കും പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് ഒരു വട്ടത്തിലിട്ടിട്ട് ഡാർക്കല്ലാതെ അതിൽ തന്നെ കണ്ണുമൂക്ക് കുറച്ചിട്ട് കാണിക്കും, വെളുത്തവാവ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ ദിവസം നിങ്ങൾ നോക്കുക, നമുക്ക് ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ആൾക്കാർക്ക് ചന്ദ്രൻ നമുക്ക് അഭിമുഖമായി വരുന്നു. നമുക്കത് ഫുൾ മൂൺ ആണ്. ആ ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയം ഉദയവും ഒന്നാണ്. രാവും പകലും തമ്മിൽ വ്യത്യാസമില്ല. ഏറ്റവും കൂടുതൽ ബ്രഹ്മപ്രകാശം ഭൂമിയിൽ പതിക്കുന്ന ദിവസമാണ്. അന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ സങ്കല്പ പ്രാർത്ഥനകൾക്കും പൂർണ്ണ ഫലപ്രാപ്തിയാണ്. പ്രത്യേകിച്ച് അമ്മമാര് ആ ദിവസങ്ങളിൽ അറിവോടുകൂടി നമ്മൾ എന്ത് സങ്കല്പം ചെയ്താൽ നിങ്ങൾക്ക് ഇന്നലെ നാളെ അത് ഫലമായി 40 ദിവസം പറയുന്നത് അത് ഫലമായിട്ട് വരും. അറിവോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. അപ്പൊ അറിവ് എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു പൂർണ്ണനായ ജ്ഞാനിയായ ഒരു ഗുരുവിന്റെ വഴിയിൽ തേടേണ്ടതുണ്ട്. ഗുരു പറഞ്ഞ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അവിടെ മന്ത്രമില്ല, തന്ത്രമില്ല, അങ്ങനെയൊന്നുമില്ല. അറിവുണ്ടാവണം. ഇപ്പൊ രാവിലെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുക ഒരു ശരിയ കാര്യമാണ്, ഇല്ലേ? രാവിലെ നമ്മൾ കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് അടുക്കളയിൽ കയറുന്നു. അടുക്കളയിൽ നമ്മൾ എന്താണോ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥനയോടുകൂടി ഏറ്റവും വലിയ മെഡിസിൻ ആണ് എന്ത്? ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസിനെ കൂടെ ഒരു ബിസിനസ്സാണ് ഇന്ന് ആശുപത്രി, ഇല്ലേ? ഇപ്പൊ ഞാനിപ്പോ മലപ്പുറത്ത് താമസിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹോട്ടലും പിന്നെ ഒന്ന് ആശുപത്രിയുമാണ് ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയും, ഇല്ലേ? അപ്പോ നമ്മൾ ഒരു രോഗിയായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നം തന്നെ നമുക്ക് ഔഷധമാകണം. വേണ്ടേ? നമ്മൾ നേരത്തെ തോന്നിയതുപോലെ വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ പറയും ഈ ജീവിതശൈലി രോഗങ്ങളെന്നാ പറയും. ജീവിതശൈലി രോഗങ്ങൾ, ഇല്ലേ?
ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് അങ്ങ് മനുഷ്യനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും എന്ന് പറയുന്നത് നമ്മുടെ രോഗങ്ങൾ അകറ്റാനുള്ള ഏറ്റവും വലിയ ഔഷധം പാകം ചെയ്യുന്ന ഇടമായി മാറണം. എങ്ങനെ മാറും? വിഷമടിച്ച പച്ചക്കറിയിലേക്ക് കിട്ടുക, ഹോർമോൺ കുത്തിച്ച ചിക്കനിലേക്ക് കിട്ടുക, പിന്നെ നമ്മളങ്ങനെ ചെയ്യും. അരി കിട്ടുന്നത് ഇതല്ലേ? ഇല്ലേ? നമ്മളാ ചിന്തിക്കുക. ആ വീട്ടിൽ നിന്ന് ആ കർമ്മം ചെയ്യുന്ന ചില വീടുകളിൽ അമ്മമാർ തന്നെ ആയിരിക്കും കർമ്മം ചെയ്യുക. അടുക്കളയിൽ ആ കർമ്മം ചെയ്യുന്ന അമ്മയായിരിക്കുന്ന സ്ത്രീ നേരത്തെ വന്ന അറിവോടുകൂടി, അമ്മ എന്ന സ്ത്രീ അറിവുള്ളവളാണോ, അമ്മ നന്നായി വീട് അമ്മ ആയിരിക്കുന്ന കർമ്മം ചെയ്യുന്ന ആ സ്ത്രീ. ചില വീട്ടിൽ പുരുഷന്മാർ ചെയ്യുന്നവരുണ്ട്, പാചകം ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. ആരായിരുന്നാലും അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെയ്യുമ്പോൾ ഓരോ സമയത്തും നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് പ്രാഗിയും അല്ലെങ്കിൽ തിരക്ക് കൂട്ടിയും അങ്ങനെയൊന്നും അല്ലാതെ ഇത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭാര്യയും അമ്മയും ഒക്കെ കഴിക്കുന്ന ആഹാരം, ഈ ആഹാരം കഴിക്കുന്നതിലൂടെ എന്ത് നന്മയാണോ അവർക്ക് കിട്ടേണ്ടത്, ആത്മാവിനും ശരീരത്തിനും മനസ്സിനും എന്ത് നന്മയാണോ കിട്ടേണ്ടത്, ശരീരത്തിന് മാത്രം സൗഖ്യം ഉണ്ടാകുന്ന കാര്യമുണ്ടോ? മനസമാധാനം എന്ന സാധനം പറയാൻ മനഃശാന്തി വാക്ക് പറയാറില്ലേ? ഓം ശാന്തി 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 3 പ്രാവശ്യം ശാന്തി പറയാറ്. എന്തൊക്കെയാ? ഒന്ന് നമ്മുടെ ഉടമ്പ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്. ഇത് 3ഉം സ്വസ്ഥമായിരിക്കുമ്പോഴാണെന്ന് പറയുക നമുക്ക് സ്വസ്ഥമായ ലൈഫ് എന്ന് പറയുക. നമ്മുടെ ശരീരത്തിലെ 3 ദോഷങ്ങളുണ്ട്. പിത്തം, വാതം, പിത്തം, കഫം. അല്ലേ? ആയുർവേദാചാര്യന്മാർ എന്താ പറയുക? ഇതിലേതെങ്കിലും ഒരു ദോഷം കൂടി നിന്നാൽ പറയും അത് പിത്ത ശരീരമാണ് അല്ലെങ്കിൽ വാത ശരീരമാണ്, അല്ലെങ്കിൽ പറയാറില്ലേ? അപ്പോ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിനുണ്ട് ദോഷമല്ല ഗുണങ്ങൾ, 3 ഗുണങ്ങൾ. എന്തൊക്കെയാ 3 ഗുണം? സാത്വിക ഗുണം, അല്ലേ? താമസം, രാജസം. ഇതിലേതെങ്കിലും ഒന്ന് മുമ്പിട്ട് നിന്നാൽ ആ ആത്മാവ് രോഗാതുരമാണ്. ചിലർ പറയും അത് സാത്വികനായ മനുഷ്യനാണ്, അല്ലേ? ചിലർ പറയും സാത്വികയായ മനുഷ്യനാണ്. ചിലർ കുറിച്ച് പറയും ഓ പുള്ളി ഭയങ്കര ദേഷ്യമാണ്, അടുക്കാൻ പറ്റത്തില്ല, എന്തിനും പിടിച്ച ദേഷ്യവും ഒരു വട്ട കടുമട്ടത്തെ പിടിക്കുന്ന ആൾക്കാർ, അല്ലേ? ചിലർ താമസം മുമ്പിട്ട് നിൽക്കുന്ന അവരുടെ കാര്യം കുറച്ചും കൂടി വിഷമമാണ്. അപ്പൊ ഈ 3 ഗുണങ്ങൾ ഒരു ആത്മാവിൽ തുല്യമായി വന്നാൽ ആ ആത്മാവ് എന്താണ്? ആരോഗ്യമുള്ള ആത്മാവ് എന്ന് പറയും, അല്ലേ? ഈ വാദവും പിത്തവും കഫവും സാമ്യമായിട്ട് വന്ന ഒരുപോലെ വന്നാലോ ആ ശരീരം ആരോഗ്യമുള്ള ശരീരമാണ്. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ അറിവോടുകൂടി നമ്മൾ അടുക്കളത്ത് പാചകം ചെയ്യുമ്പോൾ നമ്മൾ അരി കഴുകുന്ന സമയത്ത് നമുക്ക് ചിന്ത വയ്ക്കാം, എന്താണ്? ഏതെങ്കിലും വിധത്തിലെ മാലിന്യങ്ങളോ രാസവസ്തുക്കളോ ഈ അരിയിലുണ്ടെങ്കിൽ അത് മാറിപ്പോകണേ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് തപോബലമുണ്ട്, അല്ലേ? നമ്മൾ സങ്കല്പിച്ചാൽ അത് വരും. അത്രയുണ്ട്. നമ്മൾ ചെറിയ ആൾക്കാരല്ല. നിങ്ങൾ അങ്ങനെ കഴുകുക. നിങ്ങൾ അരി ഇടുന്ന അരി കഴുകി നിങ്ങൾ ആ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇടുമ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, ദൈവമേ ഈ അന്നത്തിലൂടെ, ഈ അന്നം കഴിക്കുന്നതിലൂടെ ഞങ്ങൾക്ക് എന്ത് നന്മയാണോ കിട്ടേണ്ടത്, എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ അമ്മയ്ക്ക്, അച്ഛന്, ഇത് കഴിക്കുന്ന എല്ലാവർക്കും എന്ത് നന്മയാണോ കിട്ടേണ്ടത് കിട്ടണമേ. ഈ ആഹാരം ഔഷധമായി ഭവിക്കട്ടെ, അല്ലാതെ ഔഷധമായി ഭവിക്കണമേ എന്നൊരു യാചന സ്വഭാവത്തിൽ ഒന്ന് പ്രാർത്ഥന ചെയ്തു നോക്കൂ. വിളമ്പി കൊടുക്കുമ്പോഴും എടുത്തു വെച്ചിരിക്കുന്നു, എടുത്ത് കഴിച്ചെന്ന് പറയുന്ന നല്ല കാര്യം. ആരെങ്കിലും ഒരാൾ ഒന്ന് വിളമ്പി കൊടുക്കണം. അതൊരു കർമ്മമാണ്. ആണോ? ഇത് നമ്മൾ ശീലിക്കണം. നമ്മൾ അവിടെ ആര് കഴിക്കാം? ഇപ്പം സ്ത്രീക്ക് പുരുഷൻ വിളമ്പി കൊടുക്കാം, ഭാര്യ സേവകരെ വിളിക്കണം, ഇരിക്കൂ ഞാൻ വിളമ്പിത്തരാം. വിളമ്പി കൊടുക്കുമ്പോ മനസ്സിൽ ഇതായിരിക്കണം ചിന്ത, എന്ത്? ഈ അന്നം ഔഷധമായി ഭവിക്കണമേ ദൈവമേ, എന്നിട്ട് രോഗാവസ്ഥകൾ മാറിപ്പോകണമേ, ഞങ്ങളുടെ ദോഷങ്ങളും കുറവുകളും മാറിപ്പോണേ, ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കണമേ. എന്തോരം ചിന്തകൾ മനസ്സിലിക്കാം, ഇല്ലേ? ഇങ്ങനെ ഒരു സങ്കല്പത്തിന് കൊടുത്താൽ ഈ അന്നം എന്ന് പറയുന്ന ഔഷധം കഴിക്കുന്നവർക്ക് ഒരു നന്മയുണ്ട്. ഇന്ന് നമ്മൾ അങ്ങനെ ഫാസ്റ്റ് ഫുഡ് ഒന്നും അല്ലാതെ പറഞ്ഞ് നമ്മളൊക്കെ ഈ പറഞ്ഞ അവസ്ഥയിൽ പോവുക. എന്നിട്ട് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുക, എന്നിട്ട് പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ അടിസ്ഥാനമാണ് വീട്. ആ വീട്ടിൽ അമ്മ എന്ന് പറയുന്നത് അറിവിന്റെ അല്ലെ നിലവിളക്കേന്തിയ സ്ത്രീ എന്ന് പറഞ്ഞ ചിത്രം തന്നെയുണ്ട്. അമ്മയാണ് ശരിക്കും പറഞ്ഞ വീടിന്റെ വിളക്ക്. ആ അമ്മ അറിവുള്ളവളായി നമ്മൾ അങ്ങനെ ഒരു യോഗ്യതപ്പെട്ട ജീവിതം നമുക്ക് അറിവോടുകൂടി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഗുരു ലളിതമായി 72 വർഷക്കാലം ശരീരമെടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ വന്ന മനുഷ്യരോട്, സാധാരണക്കാർ മനുഷ്യരോട് സാധാരണ ഭാഷയിൽ സംസാരിച്ചത്. അതിലെ ഗുരുവിനെ പറ്റി ഏറ്റവും വലിയ ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ താമസിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന കാലം എന്ന് പറയുന്നത് കലിയുഗമാണ്. ഈ കലിയുഗത്തിന് പ്രത്യേകതയുണ്ട്, ഒരു ധർമ്മമുണ്ട്, അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ നമുക്കറിയാം രാമ 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 എന്ന് പറയുന്ന ഒരു കാലഘട്ടം ത്രേതായുഗത്തിലെ ശ്രീരാമചന്ദ്രന്റെ കാലം 17 ലക്ഷം വർഷം മുമ്പായിരുന്നു ത്രേതായുഗം. അന്നത്തെ മന്ത്രമായിരുന്നു അത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗം വന്നു. ദ്വാപരയുഗ സമയത്ത് ശ്രീകൃഷ്ണ പരമാത്മാവ് വന്നു. ഹരേ കൃഷ്ണ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൃഷ്ണന്റെ നാമം എന്ന് പറയുന്ന മന്ത്രമായിട്ട് വന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ദേഹവിയോഗത്തോടു കൂടി കലി സ്റ്റാർട്ട് ചെയ്തു.
ഈ കലിയുഗത്തിൽ ഏകദൈവ വിശ്വാസവും നാമജപവുമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്തിന് ഇപ്പൊ ചില എന്റെ ഒരു വല്യമ്മ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചു, അവരുടെ വീട്ടില് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി. അവരുടെ മോളെ ബാംഗ്ലൂരൊക്കെ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അവർ നേഴ്സൊക്കെ ആയിരുന്നു, ഒരു പെൻഷനൊക്കെ ആയി വളരെ വിഷമിച്ച് എന്നെ കണ്ടപ്പോ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, എനിക്ക് അവർ പൂജാമുറിയുണ്ട്, ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, എല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഈ പറഞ്ഞത് അറിയാവുന്നതാണ്. അവരുടെ വല്യച്ഛന്റെ അച്ഛൻ ഒരു പൂജാരിയൊക്കെ ആയിരുന്നു. അപ്പോ എന്റെ അടുത്ത് അവർ ചോദിച്ചൊരു വാക്കാണ് എന്നെ ഹട്ട് ചെയ്തത്. ഒരു പക്ഷെ എന്നെ പിടിച്ച് ഒളിച്ചൊരു വാക്കാണ്, എടാ ഞങ്ങൾ ദൈവത്തെ അല്ല ഞങ്ങൾക്ക് എന്നോട് ഇത്രയും വിഷമമുണ്ട്. ഇത് പലരുടെ അനുഭവം. അപ്പോ എനിക്ക് അവരുടെ പ്രത്യക്ഷത്തെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്ര ഏജിലായിട്ടുള്ള അമ്മയാണ്, അവരുടെ അത്ര ഇതൊക്കെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഈ നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ഏറ്റവും മൂല്യമുള്ള സാധനങ്ങൾ പറഞ്ഞില്ലേ, അറിവ് കാലം മാറുന്നില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ഈ അറിവെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്താണ് കാര്യം, കാരണം ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ തന്നെയാണ് നമ്മുടെ രക്ഷകൻ. അല്ല, അതല്ലേ ബുദ്ധൻ പറയുന്നത്, നിങ്ങൾക്ക് തന്നെ വെളിച്ചമാകണം. നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കും, ഒരു വിളക്ക് പോലെ നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കാനാവണം. നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റണം. അപ്പൊ അറിവുണ്ടാവണം. അപ്പൊ നമുക്ക് ആ കാലധർമ്മം, കലിയുഗത്തിന്റെ ധർമ്മം എന്താണെന്ന് നമ്മൾ അറിഞ്ഞുകൂടാതെ ത്രേതായുഗത്തിന്റെയും ദ്വാപരയുഗത്തിന്റെയും ധർമ്മം അനുഷ്ഠിക്കാൻ പോയാലോ? കലിയുഗ ധർമ്മമാണ്, അത് അറിയണം. കലിയുഗ ധർമ്മം എന്താണ് എന്ന് നമ്മൾ അറിയണം. ഈ കലിയുഗത്തിൽ മനുഷ്യപ്പറവ് കിട്ടിയ നമ്മൾ എന്താണ് നമ്മൾ ജീവിതം കൊണ്ട് നേടേണ്ടത്? കുറച്ച് വിദ്യാഭ്യാസം നേടിയാൽ മതിയോ? ഒരു ജോലി കിട്ടിയാലായോ? ജോലിക്ക് മലയാളത്തിൽ വേറെ വാക്ക് ഉപജീവനം എന്ന് പറയും. ഉപജീവനം നമുക്ക് ജീവിക്കാനുള്ള വഴിയാകുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ആത്മമുക്തിക്കുള്ള വഴിക്ക് നമുക്ക് അന്വേഷിക്കണം. ആത്മമുക്തി. ഞാൻ ഇവിടുന്ന് ഒരു പ്രായമായി കഴിയുമ്പോൾ എന്റെ ശരീരം ജീർണാവസ്ഥ എത്തുമ്പോൾ 40 വയസ്സ് കഴിഞ്ഞ് എന്താ നമ്മുടെ കോശങ്ങളൊക്കെ പതുക്കെ പുറത്തോട്ട് പോലെ, കോശങ്ങൾ പതുക്കെ നശിച്ചോളും 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ. അപ്പോ നമ്മളൊരു പർട്ടിക്കുലർ ഒരു 40+ ആകുമ്പോൾ തന്നെ ഇന്നെന്ന് പറഞ്ഞ ഏത് സമയത്തും എന്ത് ഡിസീസും ആർക്കും വരാം, എപ്പോ വേണമെങ്കിലും ശരീരം ജീവൻ വേർപെട്ട് പോകാം. ആ ഒരു അവസ്ഥയെ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിതം കൊണ്ട് എന്താർജിക്കണം, എന്താകണം, എന്ത് വേണം, അല്ലേ, ഇത് നമ്മൾ പഠിച്ചോണം. ധന്യമായി നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയാണ് അറിവ് നമുക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മാത്രമായ ഒരു അസ്തിത്വമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പൂർവ്വപിതാമഹന്മാരുടെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. അവർക്ക് നന്മ ഉണ്ടാകുമ്പോൾ, അവർക്ക് തെളിച്ചമുണ്ടാകുമ്പോൾ, അവരുടെ താപം മാറി കിട്ടുമ്പോൾ നമുക്കൊരു നന്മയുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ നമ്മുടെ അഗസ്ത്യമുനിയുടെയും ഭഗീരഥന്റെയും കാര്യങ്ങൾ പരാമർശിച്ചത്. വിവാഹം എന്ന് പറയുന്നത് പൂർവ്വപിതാമഹന്മാർക്ക് ജന്മം കൊടുക്കുക എന്ന് പറയുന്ന ദൗത്യം അതിനകത്തുണ്ട്. അപ്പൊ ശ്രേഷ്ഠരായി യോഗ്യതപ്പെട്ട സന്താനം ജനിക്കണം. അതിന് നമ്മൾ എന്തോ വേണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, ഇതൊക്കെയാണ് ഗുരു നമുക്ക് പഠിപ്പിച്ചത്. ആത്യന്തികമായി നമുക്ക് നമ്മുടെ മനുഷ്യജന്മം ധന്യമാക്കി കൊണ്ടുപോവുക എന്ന് പറയുന്ന ഭാഗമാണ് ഗുരു പഠിപ്പിച്ചത്. ഇന്നോളം വന്ന എല്ലാ മഹാത്മാക്കളെയും നേരത്തെ നമ്മൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഗുരുവിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് വരെയും ശ്രീകൃഷ്ണ പരമാത്മാവ് അല്ലാതെ നമ്മൾ മറ്റുള്ള മഹാത്മാക്കളൊക്കെ കടലിലക്കരെ ജനിച്ച നബിതിരുമേനി ആണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും ഗൗതമ ബുദ്ധനാണെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമ്മളൊരു ബന്ധവുമില്ല, അങ്ങനെയല്ല. ഇവരെല്ലാവരും മാനവരാശിയുടെ സ്വത്താണ്. നമുക്ക് വേണ്ട വന്നത് ഇവരെല്ലാവരും, അല്ലേ? അത് തിരിച്ചറിയാതെ പോകുന്നു. ഇന്നും ഈ 2025 ഇസ്രയേലും പാലസ്തീനിലും രക്തച്ചൊരിച്ചിൽ അവസാനിക്കുന്നില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ടി വി കാണുന്നവരല്ലേ, പാലസ്തീൻ ഇസ്രായേൽ കാണുന്നില്ലേ? എന്താ കാര്യം? നമുക്ക് ലോക രാഷ്ട്രങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാനിട്ടോ, സമാധാന ചർച്ചയില്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവിടെ ആരും ശ്രമിക്കാനിട്ടോ, അല്ലെ എന്താണ് ഒരു വിഷയം? നിങ്ങൾ ആത്മീയം ചിന്തിച്ചിട്ടുണ്ടോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാത്മാവിനെ പച്ചയ്ക്ക് മരക്കുരിശിൽ തറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് 2 വഴിയിലും അമ്മമാരും കുട്ടികളും ഒക്കെ നിന്ന് വിലപിച്ചിരുന്നു, അല്ലേ? അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കേണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിച്ചോ. ഇന്നും അവിടെ കുഞ്ഞുങ്ങളെ രക്തം വീഴുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ചു. ഞാൻ പറഞ്ഞ മഹാത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ മഹത്വം വരെ വന്നവരാ. എന്റെ വീടുകളിൽ ചാരം പറയുന്ന സ്ഥലമുണ്ട്. ശ്രീനാരായണ സ്വാമികള് അവതൃപ്തി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, അല്ല മന്തി ഉറങ്ങാൻ വെള്ളം ചോദിച്ചപ്പോ കഥ കുട്ടിയടച്ചെന്ന് പറയുന്നു. അവിടെ ഇരുന്ന് അദ്ദേഹത്തെ കണ്ണുതിരുന്ന സ്ഥലം ഇന്നും അവിടെ ചാര കളറാ പള്ളിയിൽ, ബാക്കി പഞ്ചാറാണ് ചുറ്റും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ മഹത്വം കയറി വരുന്നവരെ നമ്മൾ മാനിക്കണം, അറിയണം. ആ മഹത്വങ്ങളോട് പറഞ്ഞു കിട്ടിയ വാക്കുകളെ നമ്മൾ എടുക്കണം. അവർ വന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, മാനവരാശിക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? ഏറ്റവും വലിയ വിപ്ലവകാരികൾ ആരായിരുന്നു? അവർ തന്നെയായിരുന്നു. നിലവിലുണ്ടായ സിസ്റ്റത്തെ മുഴുവൻ മാറ്റി മറിച്ചത് അവരായിരുന്നു. തീർച്ചയായിട്ടും ഏറ്റവും വലിയ വിപ്ലവകാരികൾ ആരായിരുന്നു? മഹാത്മാക്കളാണ്, അല്ലേ? അപ്പൊ നബിതിരുമേനി അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിന്റെ അച്ഛൻ പിതാവ് എന്ന് പറയുന്നത് ഈ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു മൂശാരിയായിരുന്നു. അദ്ദേഹം എടുത്തില്ല, അല്ലെ? കുതിര വഴി വന്നു. യേശുക്രിസ്തു ആ ജൂത സ്വഭാവം എടുത്തില്ല. അദ്ദേഹത്തിന്റെ പേരിൽ പിന്നെ ഒരു വഴി ഒരുപാട് ചെയ്തു, ഇല്ലേ? ഗൗതമ ബുദ്ധൻ ഹൈന്ദവത്തിലാണ് ജനിച്ചത്. ഹൈന്ദവല്ല, കുതിര വഴി കൊണ്ടുവരിക ചെയ്തത്.
അപ്പൊ ഓരോ കാലത്തിനനുസരിച്ചുള്ള ധർമ്മം പറഞ്ഞു തരാൻ വേണ്ടിയാണ് ദൈവനിശ്ചയപ്രകാരം മഹാത്മാക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അവരെ നമുക്ക് മാനിക്കാനോ അവരുടെ വാക്കുകളെ പിൻപറ്റുവാനോ ആ വഴി നമുക്ക് ജീവിക്കാനോ സാധിച്ചിരുന്നു എങ്കിൽ ലോക സമാധാനം എന്ന് പറയുന്നത് സാധ്യമായിരുന്നു. ഓരോ കാലത്തും ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മം ഇപ്പൊ നമ്മൾ എക്സ്പയർഡ് ആയ ഒരു മരുന്ന് കഴിച്ച വിഷമെന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ കാലഹരണപ്പെട്ട ഒരു ധർമ്മത്തെ നമ്മൾ എടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയില്ല. പിന്നെ ഇത് എളുപ്പമുള്ള ഒരു വഴിയാണ് എന്ന് പറഞ്ഞു വെക്കാൻ പറ്റത്തില്ല. ഇത് ഇച്ചിരി നമ്മൾ അറിവോടുകൂടി നമ്മൾ ചെയ്തെടുക്കണമെന്ന് പറയുന്ന ഒരു ഇച്ഛാശക്തിയോട് കൂടി നമ്മൾ വന്ന് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു ദുർഘട ഘട്ടങ്ങളെ താണ്ടി നമുക്ക് ജീവിതം ധന്യമാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിവുണ്ടാവട്ടെ. നമുക്ക് വേദന വരുമ്പോൾ ആരും വിഷമിക്കരുത്. വേദന വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ചിലമ്മ വരുന്ന പ്രാർത്ഥിക്കുക, എന്റെ ഭർത്താവിന്റെ മക്കളുടെ കാര്യം ഒരു മുള്ളു പോലും കൊള്ളല്ലേ, ഒന്നും വരുത്തല്ലേ എന്ന് പറയില്ലേ? എന്തെങ്കിലും വരുമോ? ഒന്നും വരുത്തില്ല എന്തെങ്കിലും വരുമോ? നല്ലത് വരത്തില്ല, പോസിറ്റീവ് വരത്തില്ല, നെഗറ്റീവ് വരില്ലേ? അങ്ങനെയല്ല. വേദന വരുമ്പോൾ വേദനയൊക്കെ വരണം. വേദന വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പരിധി വിട്ട ദുഃഖമോ ഒരു പരിധി വിട്ട സന്തോഷം രണ്ടുമില്ല ഇല്ലേ? എല്ലാം താൽക്കാലിക. ദുഃഖം വന്നാലും സന്തോഷം വന്ന എല്ലാം താൽക്കാലിക. നമ്മള് കുറെ നാൾ മുമ്പ് ചെറുപ്പത്തിൽ നമുക്കുണ്ടായ ഒരു മുറിവ്, ഒരു വിഷമം, ഒരു വേദന, ആ വേദന നമുക്ക് ഇന്ന് എത്ര നമ്മൾ റീകോൾ ചെയ്താലും വരുമോ? അന്ന് കഴിയും. എല്ലാം അങ്ങനെയാ, എല്ലാം താൽക്കാലികം. നമുക്ക് ഒരു വിഷമം വരുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ആ പ്രതിസന്ധി ഘട്ടത്തെ, ആ പ്രതികൂലാവസ്ഥയെ അതിജീവിച്ചു പോകാൻ പ്രാപ്തി എനിക്ക് തരണേ. ഒരു പ്രാപ്തി വേണം. ആ വിഷമഘട്ടത്തെ അതിജീവിച്ചു പോകാൻ നമുക്ക് ഒരു ആത്മബലം ഉണ്ട്, പ്രാപ്തി ഉണ്ടാകണം. ഇതാണ് വേണ്ടത്. അമിതമായി സന്തോഷിക്കുവാനോ അമിതമായി വ്യസനിക്കുവാനോ പാടില്ല. അതാണ് പഠിപ്പിച്ചത്. രണ്ടും പാടില്ല. അപ്പോ ഇന്ന് പൗർണമിയാണ്. ഈ പൗർണമി ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. സയന്റിഫിക് ആയ കാര്യങ്ങൾ പറഞ്ഞു. ചന്ദ്രമണ്ഡലവും പിതൃമണ്ഡലവും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. ആ പ്രകാശത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ദിവസം ചെയ്യാൻ വേണ്ടി ഗുരു കൽപ്പിച്ചനുവദിച്ച സങ്കല്പമുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരു പറഞ്ഞ സങ്കല്പം ഇതാണ്: എല്ലാ ചരാചരങ്ങൾക്കും നന്മ വരത്തക്ക വിധത്തിൽ, എന്താ പറയാം, എല്ലാ ചരാചരങ്ങൾക്കും നന്മ വരത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നശിച്ച് നന്മയും തിന്മയും വേർതിരിച്ച് ലോകശാന്തി പുതുകുന്ന വിധത്തിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകണമേ അപ്പാ. എന്താ പറയാം? എല്ലാ ചരാചരങ്ങൾക്കും. നോക്കൂ, നമുക്ക് മാത്രമല്ല. മതിയോ? നമുക്ക് മാത്രം മതിയോ? പോരാ. നമ്മുടെ ചുറ്റിലും ഒരുപാട് നമ്മൾ അധിവസിക്കുന്ന ഭൂമിയെ നിലനിർത്തുന്ന ഒരുപാട് സ്പീഷ്യസ് ഉണ്ടല്ലേ? അപ്പൊ എല്ലാ ചരാചരങ്ങൾക്കും നന്മ വരത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നശിച്ച് നന്മയും തിന്മയും വേർതിരിച്ച് ലോകശാന്തി കുതകുന്ന വിധത്തിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകണമേ അപ്പാ. ഇതാണ് ഒരു പൊതുവായ സങ്കല്പം. ഇതിനോടൊപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ പൂർവ്വപിതൃക്കൾക്കും നമ്മുടെ ആത്മാവിനും നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മനന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ എല്ലാവർക്കും ആ ഒരു അറിവുണ്ടായി നമ്മുടെ മനുഷ്യജന്മം ധന്യമാക്കാനുള്ള ഒരു വഴിയോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാനാകട്ടെ. എല്ലാവർക്കും ഗുരുവിന്റെ കാരുണ്യ സ്നേഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ എല്ലാവിധ ശരികളോടും തെറ്റുകളോടും കൂടി സർവസ്വമായിരിക്കുന്ന ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആനസങ്കല്പമായിരിക്കുന്ന കരുണാകര ഗുരുവിന്റെ പാദങ്ങളെ സമർപ്പിക്കുന്നു. സന്തുവിശ്വം.